മക്കളെ ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എംപ്ലോയീസ് സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ. എംപ്ലോയീസ് സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ എന്താണ്? എംപ്ലോയീസ് സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ ഫസ്റ്റ് നമുക്ക് അത് മനസ്സിലാക്കാം. എന്താണ് എംപ്ലോയീസ് സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കോൺട്രാക്ട്. ഓക്കെ, എന്താണ് കോൺട്രാക്ട്? അതായത് കമ്പനിന്റെ എംപ്ലോയീസിന് ഒരു ഓപ്ഷൻ കൊടുക്കുന്നു. അതായത് കമ്പനിന്റെ ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫിക്സ്ഡ് പ്രൈസിന് പ്രീ ഡിറ്റർമിൻഡ് പ്രൈസ് എന്ന് പറയും. എന്താ പറയാ? പ്രീ ഡിറ്റർമിൻഡ് പ്രൈസ്. ഓക്കെ മക്കളെ മനസ്സിലാക്കേണ്ടത് ജനറലി മാർക്കറ്റ് പ്രൈസിനെക്കാട്ടിയും കുറവായിരിക്കും. ഓക്കെ എപ്പോ? ഓൺ എ ഫ്യൂച്ചർ ഡേറ്റ്. ഓക്കെ ഇപ്പൊ അല്ല, ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ കമ്പനിയുടെ ഷെയർസ് വാങ്ങിക്കാൻ പറ്റും. ഓൺ സാറ്റിസ്ഫാക്ഷൻ ഓഫ് certain conditions. വെറുതെ അല്ല, ചില കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ. ഇതാണ് മക്കളെ ESOP എന്ന് പറയുന്ന സംഭവം, എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ. അതായത് വൺസ് മോർ റിപ്പീറ്റിംഗ്, ഇതൊരു കോൺട്രാക്ട് ആണ്. ഈ കോൺട്രാക്റ്റിൽ കമ്പനി എന്ത് ചെയ്യുന്നു? കമ്പനിന്റെ സ്പെസിഫിക് എംപ്ലോയീസിന് ഒരു റൈറ്റ് കൊടുക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട്? അതായത് certain number of shares എത്ര റേറ്റിന്? ഒരു പ്രീ ഡിറ്റർമിൻഡ് പ്രൈസ്. ആ പ്രീ ഡിറ്റർമിൻഡ് പ്രൈസ് എന്ന് പറയുന്നത് ജനറലി മാർക്കറ്റ് പ്രൈസിനെക്കാട്ടിയും കുറവായിരിക്കും. ഓൺ എ ഫ്യൂച്ചർ ഡേറ്റ്. ഇപ്പോ അല്ല, ഫ്യൂച്ചർ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 1 മാസം കഴിഞ്ഞിട്ടാവാം, 3 മാസം കഴിഞ്ഞിട്ടാവാം, 5 കൊല്ലം കഴിഞ്ഞിട്ടാവാം, 10 കൊല്ലം കഴിഞ്ഞിട്ടാവാം. ഓൺ സാറ്റിസ്ഫാക്ഷൻ ഓഫ് certain കണ്ടീഷൻസ്. ചില കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രം എന്ത് ചെയ്യും? അവർക്ക് ആ ഷെയർ വാങ്ങിക്കാൻ പറ്റും. മക്കളെ ഇതൊരു ഓപ്ഷനാണ്. ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയീസിന് വേണമെങ്കിൽ വാങ്ങിക്കാണ്ടിരിക്കാം. നമുക്ക് കമ്പൽ ചെയ്യാൻ പറ്റില്ല. നമ്മൾ അവരോട് പറയും നിങ്ങൾക്ക് വേണം നിങ്ങൾ വാങ്ങിച്ചോ. ശരി, ഇത് എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? അതൊക്കെ നമ്മൾ പറയും. ഇത് എന്തിനാ ചെയ്യുന്നത്? അതൊക്കെ നമ്മൾ പറയും. പക്ഷെ മനസ്സിലാക്കേണ്ടത് ഇത് മാർക്കറ്റ് പ്രൈസിനെക്കാട്ടിയും കുറവായിട്ട് നമ്മൾ അവർക്ക് കൊടുക്കുന്നു. അതെന്തിനു വേണ്ടിയിട്ടാ? നമ്മുടെ എംപ്ലോയീസാണ്. നമ്മളെ മാർക്കറ്റ് പ്രൈസിന് കൊടുത്താൽ അവർ വാങ്ങിക്കുകയും ചെയ്യില്ല. നമ്മൾ മാർക്കറ്റ് പ്രൈസിന് കൊടുത്താൽ അവർ വാങ്ങിക്കുകയും ചെയ്യില്ല. ശരി, എന്തിനാ ഈ എംപ്ലോയീസിനെ നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് ആക്കേണ്ട ആവശ്യമുണ്ട് മക്കളെ? സിമ്പിൾ ടോപ്പിക്. നമ്മൾ ബൈബാക്ക് എല്ലാം പഠിച്ച പോലെ പെട്ടെന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ്, ഒരു മാക്സിമം 5 ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിക്കും, തീർക്കും. ഓക്കെ, ശ്രദ്ധിക്കേണ്ട കാര്യം ESOP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ കോൺട്രാക്ട് എപ്പോ ആവാം? ആ എംപ്ലോയീസ് ആക്സെപ്റ്റ് ചെയ്താൽ മാത്രമാണ് കേട്ടോ. അതായത് ഇറ്റ് ഈസ് എ കോൺട്രാക്ട്. എന്താണ് കോൺട്രാക്റ്റില്? അതായത് ആ കോൺട്രാക്റ്റില് സ്പെസിഫൈഡ് എംപ്ലോയീസ് എല്ലാവർക്കും ആയിരിക്കും കേട്ടോ. ചിലപ്പോൾ ചില സ്പെസിഫൈഡ് എംപ്ലോയീസ്, ചിലപ്പോൾ ഡയറക്ടേഴ്സ്, ചിലപ്പോൾ ഓഫീസേഴ്സ്, ചിലപ്പോൾ ഫാക്ടറി വർക്കേഴ്സ്, അങ്ങനെ പല ഏതെങ്കിലും ഒരു സെക്ഷൻ ഓഫ് എംപ്ലോയീസ് ആവാം, അല്ലെങ്കിൽ എല്ലാ എംപ്ലോയീസിനാവാം. എങ്ങനെ വേണമെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഓക്കെ, എന്താ പറയുന്നത് അവരോട്? നിങ്ങൾക്ക് ഒരു റൈറ്റ് ഉണ്ട്. റൈറ്റ് ഒബ്ലിഗേഷൻ അല്ല. റൈറ്റ് എന്ന് പറഞ്ഞത് അവരുടെ ഇഷ്ടമാണ്. ഇറ്റ് ഈസ് എൻ ഓപ്ഷൻ. വേണമെങ്കിൽ ചെയ്താൽ മതി, വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. സബ്സ്ക്രൈബ് ചെയ്യും നമ്മുടെ ഷെയർസ്. ഷെയർസ് അറ്റ് എ പ്രീ ഡിറ്റർമിൻഡ് പ്രൈസ്, ജനറലി ലെസ് ദാൻ മാർക്കറ്റ് പ്രൈസ്, ഓൺ എ ഫ്യൂച്ചർ ഡേറ്റ്, ഓൺ സാറ്റിസ്ഫാക്ഷൻ ഓഫ് certain കണ്ടീഷൻസ്. മക്കൾ ഇത് എന്തിനാ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ എംപ്ലോയീസ് നമ്മുടെ സ്ഥാപനത്തിന്റെ ഓണർ കൂടി ആയിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? ആംഗ്രി ബേർഡ്സ് പോലെ വർക്ക് ചെയ്യും. അതായത് നമ്മുടെ എംപ്ലോയീസിന് നമ്മൾ ഷെയർസ് കൊടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ എംപ്ലോയീസിന് എന്തുണ്ടാവും? സാലറി കൊടുക്കുന്നുണ്ടാവും നമ്മള്. അതിന് പുറമെ അവർക്കൊരു റൈറ്റ് കൊടുക്കുക. നമ്മുടെ ഷെയർസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അവർക്കറിയാം നമ്മുടെ ഷെയർ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലാഭവും കൂടി കിട്ടും, കമ്പനിന്റെ ലാഭം കൂടി കിട്ടും. ഓക്കെ, കമ്പനിയുടെ ലാഭം കിട്ടുമ്പോ കമ്പനിയുടെ ലാഭം കൂടി അവർക്ക് കിട്ടുന്ന അവർക്ക് മനസ്സിലായി. അവരെ ഓണർ കൂടി ആവേ, എംപ്ലോയും ഓണറും അവരെന്ത് ചെയ്യും? എന്നൊരു ഉഷാറായിട്ട് പണിയുണ്ട്. അവര് വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് ഔട്ട്പുട്ട്, എന്നിട്ട് എന്ത് ചെയ്യും? അവരെന്ത് ചെയ്യും? കൂതെ വർക്ക് ചെയ്യും. ആ ഒരു റീസൺ കൊണ്ടും ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നടത്തുന്നത്. ഓക്കെ, എംപ്ലോയീസ് സ്റ്റോക്ക് ഓപ്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നടത്തുന്നത്. ഓക്കെ, അവർക്ക് ചിലപ്പോൾ വെച്ചാൽ ഈ ഷെയർ പുറത്തു വിറ്റാൽ വലിയ പൈസ കിട്ടും. പക്ഷെ വെറുതെ കുറെ ഷെയർ ഹോൾഡേഴ്സിന് എടുത്തിട്ട് കാര്യമില്ല. നമുക്ക് നമ്മുടെ സ്ഥാപനം ഡെവലപ്പ് ചെയ്യണമെന്ന് തോന്നുന്ന കുറച്ച് ആൾക്കാർ വേണം. അത് നമ്മുടെ എംപ്ലോയീസിൽ ആൾക്കാരുണ്ടോ? ഡയറക്ടേഴ്സ്, മാനേജ്മെന്റ്, ഓഫീസേഴ്സ്,
ഫാക്ടറി വർക്കേഴ്സ്, ആരെങ്കിലും ആവാം. ഓക്കെ ഓക്കെ, ഇതാണ് ESOP ലോജിക്. ഓക്കെ, എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ ഈസ് എ കോൺട്രാക്ട്, ഓക്കെ, ബൈ വിച്ച് സ്പെസിഫൈഡ് എംപ്ലോയീസ്, ആരാണ് എംപ്ലോയീസ് ഞാൻ ഓൾറെഡി പറഞ്ഞു, will be given a right to right option, okay, option to subscribe certain number of shares സ്പെസിഫിക് ആയിട്ട് പറയും. നിങ്ങൾക്ക് 1000 ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്യാം, നിങ്ങൾക്ക് 2000 ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്യാം, അങ്ങനെ സ്പെസിഫിക് ആയിട്ട് പറയും. at a predetermined price generally less than market price, അവർ മാർക്കറ്റ് പ്രൈസിന് കഴിഞ്ഞ് അവർക്ക് എന്ത് ബെനിഫിറ്റ് ഉള്ള, അതുകൊണ്ട് മാർക്കറ്റ് പ്രൈസ്. ഓൺ എ ഫ്യൂച്ചർ ഡേറ്റ്, ഫ്യൂച്ചറിലാണ്, ഇപ്പം തന്നെ കൊടുക്കില്ല, അവരോട് പറയും ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് തരാം. ഓൺ സാറ്റിസ്ഫാക്ഷൻ ഓഫ് സർട്ടൻ കണ്ടീഷൻസ്, ഓൺ സാറ്റിസ്ഫാക്ഷൻ ഓഫ് സർട്ടൻ കണ്ടീഷൻസ്, ഇതാണ് അടുത്ത ഇമ്പോർട്ടൻറ്റ്. മക്കളെ അവർക്ക് വെറുതെ ഷെയർസ് കൊടുത്തു കഴിഞ്ഞാൽ ഷെയർ അവർ വാങ്ങിക്കും, അപ്പാണ് അവർ പറയും ഞാൻ എന്നെ എടുത്ത എംപ്ലോയി ആവില്ല, ഞാൻ എന്നെ എടുത്തുള്ള ഓണറാണ്, ഞാൻ ഇവിടുന്ന് രാജിവെക്കുക, അയാൾ പോകും. ആ പറ്റൂല, ആ പരിപാടി പറ്റില്ല. അവരെ നമ്മുടെ ഓർഗനൈസേഷനിൽ കുറച്ച് നിർത്തിക്കണം. അതിനാണ് അതായത് സെർട്ടൻ കണ്ടീഷൻ. അതായത് സെർട്ടൻ കണ്ടീഷൻ എന്ന് പറയുന്നത് വെച്ചാൽ അവരോട് പറയും അടുത്ത കൊല്ലത്തെ പ്രോഫിറ്റ് 12%, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുന്നത് 12% ആക്കി തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര ഷെയർസ് ഇത്ര പൈസക്ക് തരാം. ഇതാണ് ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അവർ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഷെയർ വാങ്ങിക്കാം. നിർബന്ധമുണ്ടോ വാങ്ങിക്കാൻ? നിർബന്ധമൊന്നുമില്ല. പറയുന്ന മനസ്സിലാകുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ കൊല്ലത്തെ പ്രോഫിറ്റ് 12% ടാർഗറ്റ്, അവർ 15% ആയി, എന്നാൽ ടാർഗറ്റ് ഫുൾഫിൽ ആയി. കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തപ്പോ അവർക്ക് ഒബ്ലിഗേഷൻ ഉണ്ടാ? ഇല്ല. അവരോട് പറയും നിങ്ങൾക്ക് അതിന് റൈറ്റ് ഉണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി, നിങ്ങൾക്ക് എന്തുണ്ട്? റൈറ്റ് ഉണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി, നിങ്ങൾക്ക് ഒബ്ലിഗേഷൻ അല്ല, നിങ്ങൾക്ക് റൈറ്റ് ഉണ്ട്. എന്നാൽ അയാൾ പറയും എനിക്ക് നിങ്ങളെ ഷെയർ ഒന്നും വേണ്ട, ഞാൻ വർക്ക് ചെയ്ത് നിങ്ങളുടെ സാലറി ഒന്നും അല്ലാണ്ട് വേറെ ഒന്നും കൊണ്ടല്ല, പോയെന്ന്. ഓക്കെ, സിനിമ പറഞ്ഞ പോലെ ഇറങ്ങിപ്പോയെന്ന്. അങ്ങനെയാവാം. അതായത് അയാൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്, ഒന്നുകിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലാണ്ട് അല്ലെങ്കിൽ ഇറങ്ങിപ്പോന്നല്ല, സബ്സ്ക്രൈബ് ചെയ്യണ്ട. മക്കളെ പറയുന്ന മനസ്സിലാവുന്ന മക്കളെ, ഇത് മാത്രമൊന്നല്ല ഒരു കണ്ടീഷൻ. ഓക്കെ, കണ്ടീഷൻ ചിലപ്പോൾ വേറെ എന്തായിരിക്കും വെച്ചാൽ നമ്മുടെ ഓർഗനൈസേഷനിൽ 3 കൊല്ലം നിന്നാൽ, 5 കൊല്ലം നിന്നാൽ, 10 കൊല്ലം നിന്നാൽ, അങ്ങനത്തെ പല കണ്ടീഷൻസും വെക്കും. സർ എന്തിനാ അതങ്ങനെ വെക്കുന്നത്? മക്കളെ, ഒരു ഓർഗനൈസേഷനിലെ ഏറ്റവും കോസ്റ്റ്ലിയർ പരിപാടി എന്ന് പറയുന്നത്, പ്രോഗ്രാം എന്ന് പറയുന്നത്, അല്ലെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് എംപ്ലോയീസിന് എടുക്കണം. സർ അതെന്താണ്? ഞാനൊരു സ്ഥാപനം നടത്തുന്നതാണ്, ഞാനൊരു ഓണറാണ്. ശരിക്കും പറഞ്ഞാൽ പ്രാക്ടിക്കലി സത്യമായിട്ട് ഞാനൊരു ഓണറാണ്. എൻ്റെ ഓഫീസിൽ ഫസ്റ്റ് ഞാനൊരു സ്റ്റാഫിനെ എടുത്തു. എൻ്റെ ആ സ്റ്റാഫ് എത്ര എക്സ്പീരിയൻസ്ഡ് ആയാലും ഞാൻ അവർക്ക് എന്ത് ചെയ്യും? ജോബ് പഠിപ്പിച്ചു കൊടുക്കും. എൻ്റെ ജോബ് എങ്ങനെയാണ്, എൻ്റെ ഓഫീസിലെ വർക്ക് എങ്ങനെയാണ്, അതൊക്കെ പഠിപ്പിച്ചു. 6 മാസം ആകുമ്പോൾ അയാൾ ഒരു എക്സ്പേർട്ട് ലെവൽ നോളജ് കിട്ടും. മിനിമം നമുക്ക് പറയാം 6 മാസം കൊണ്ട് ചിലപ്പം എക്സ്പേർട്ട് ആവും. 6 മാസം കഴിഞ്ഞാൽ ഇയാൾ നമ്മളെയും വിട്ടിട്ട് പോകുമ്പോൾ അടുത്ത ആൾ നമ്മൾ ആദ്യം സെർച്ച് ചെയ്യണം. അടുത്ത ആൾ വന്നതിന് ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഇയാൾ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കണം. ഈ ഓരോ ആളെ റിക്രൂട്ട് ചെയ്യാനും റിക്രൂട്ട്മെന്റ് ഒരു കോസ്റ്റ് ഉണ്ട്. നിങ്ങൾ കോസ്റ്റിംഗ് പഠിക്കുന്നുണ്ട്, റീപ്ലേസ്മെന്റ് കോസ്റ്റ്. ലേബർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ എന്തോ ഇത് റിലേറ്റഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. ലേബർ ടേൺ ഓവർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, ലേബർ ടേൺ ഓവർ ഏറ്റവും വലിയ കോസ്റ്റ് ഉള്ള സംഭവമാണ് ലേബർ ടേൺ ഓവർ. ഒരു ഓർഗനൈസേഷനിൽ ഇന്റർവ്യൂ നടത്താൻ ഒരു എക്സ്പെർട്ടിനെ നമ്മൾ ഹയർ ചെയ്യുന്നുണ്ട്, അയാൾക്ക് ശമ്പളം കൊടുക്കണം. അത് മാത്രമല്ല, ഈ ഹയർ ചെയ്ത മണ്ടനെ നമ്മൾ പഠിപ്പിക്കണ്ടേ? ഈ മണ്ടനെ 6 മാസം കൊണ്ട് എന്ത് ചെയ്യണം? മണ്ടനെ എക്സ്പേർട്ട് ആക്കണം. ഈ മണ്ടനെ പഠിപ്പിച്ചിട്ട് എക്സ്പേർട്ട് ആക്കി കഴിഞ്ഞാൽ ഈ എക്സ്പേർട്ട് ഇവരെന്ത് ചെയ്യും? അടുത്ത കമ്പനിയിലേക്ക് നല്ല സാലറി നോക്കിയിരുത്തുള്ളൂ. ട്രെയിനിങ് എന്ന് പറയും. എന്നെയാണ് ഞാൻ പറഞ്ഞത്, ഉദ്ദേശിച്ചത്. അതുകൊണ്ട് കോസ്റ്റ് കൂടി വരും നമുക്ക്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? അവരെ നമ്മളൊന്ന് ആകർഷിപ്പിച്ചിട്ട് അവിടെ നിർത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവരോട് പറയുന്നത്, നീ ഈ ഓർഗനൈസേഷനിൽ 3 കൊല്ലം നിന്നിട്ടുണ്ടെങ്കിൽ എനിക്കൊരു 1000 ഷെയർ തരാം, മാർക്കറ്റ് പ്രൈസിന് കുറച്ച് ഡിസ്കൗണ്ട് ആക്കിയിട്ട് എനിക്ക് തരാം. ഇതാണ് ESOP. ഇതും കണ്ടീഷൻ ആവാം. അങ്ങനെ എന്ത് കണ്ടീഷൻ വേണമെങ്കിൽ കമ്പനിക്ക് വെക്കാം. ഒന്ന്, എന്തെങ്കിലും ഒരു ടാർഗറ്റ് വെക്കലാക്കാം, സെയിൽസ് ഇത്ര ആക്കണം, 100 കോടി സെയിൽസ് ആക്കണം. ഓക്കെ, നടക്കാത്ത കാര്യമായിരിക്കും, ചിലപ്പോൾ അത് നടത്തൂല, എനിക്ക് കിട്ടുകയും ചെയ്യില്ല. രണ്ടാമത്തത് പ്രോഫിറ്റിന്റെ ടാർഗറ്റ് വെക്കാം. അല്ലെങ്കിൽ മൂന്നാമത്തെ എന്ത് ചെയ്യാം? ഇത്ര കൊല്ലങ്ങളിൽ നിൽക്കലാവാം. വാട്ട് എവർ, എന്ത് കണ്ടീഷൻസ് വേണമെങ്കിലും വെക്കാം. നടക്കുന്ന കണ്ടീഷൻസ് ആണ് ഏറ്റവും നല്ലത്. അങ്ങനെയാണെങ്കിൽ അവിടെ ESOP ഒരു കൺസെപ്റ്റ് വരും. മക്കളെ, ഇതാണ് എംപ്ലോയീസ് സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാന്റെ ഡെഫിനിഷൻ, അല്ലെങ്കിൽ ഇതാണ് ESOP എന്ന് പറയുന്ന സംഭവം. മനസ്സിലായി? നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡേറ്റ് ഓഫ് ഗ്രാന്റ്. എന്താണ് ഡേറ്റ് ഓഫ് ഗ്രാന്റ്? ഡേറ്റ് ഓഫ് ഗ്രാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കണം, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കണം. ഡേറ്റ് ഓഫ് ഗ്രാന്റ് എന്ന് പറഞ്ഞാൽ the date on which the plan is
approved, announced and accepted by employees. അതായത് ഞാൻ കമ്പനിയാണ്, ഞാൻ പറയുന്നത് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, അതാണ് ഡേറ്റ് ഓഫ് ഗ്രാന്റ്. അപ്പൊ തന്നെ എംപ്ലോയീസ് കേട്ട് അനൗൺസ് അപ്രൂവ് ചെയ്ത് അനൗൺസ് ചെയ്ത് അപ്പൊ എംപ്ലോയീസ് പറഞ്ഞു ഓക്കെ നമ്മൾ ആ ടാർഗറ്റ് നമ്മൾ റെഡിയാം, ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ നമ്മൾ റെഡിയാം, നമുക്ക് എന്ത് ചെയ്യാം, അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ടാർഗറ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ നോക്കും. സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമുക്ക് ESOP തന്നോ. ഓക്കെ, അതാണ് ആ ഡേറ്റ് നമ്മൾ എന്താ പറയുക, ഡേറ്റ് ഓഫ് ഗ്രാന്റ്. ഏത് ഡേറ്റിനാണോ ഈ അപ്രൂവൽ കൊടുത്തേ, ഏത് ഡേറ്റിനാണോ ESOPന്റെ അപ്രൂവൽ കൊടുത്തേ, ആ ഡേറ്റിനാണ് നമ്മൾ എന്താ പറയാ, എംപ്ലോയീസ് സോറി ഡേറ്റ് ഓഫ് ഗ്രാന്റ്. ഓക്കെ മക്കളെ, എന്താണ് ഡേറ്റ് ഓഫ് ഗ്രാന്റ് പറയുന്ന മനസ്സിലാകുന്ന മക്കളെ? ഡേറ്റ് ഓഫ് ഗ്രാന്റ് ഓക്കെ ആണ് എല്ലാവരും? ഓക്കെ ഫൈൻ. ശരി, നെക്സ്റ്റ് വെസ്റ്റിംഗ് പീരീഡ്. ഓക്കെ, വെസ്റ്റിംഗ് പീരീഡ് പറയുന്നതിന് മുന്നേ ഡേറ്റ് ഓഫ് വെസ്റ്റിംഗ്. ഡേറ്റ് ഓഫ് വെസ്റ്റിംഗ് അതായത് ഡേറ്റ് ഓഫ് വെസ്റ്റിംഗ് എന്ന് പറയുന്നത്, ഓക്കെ സ്പെല്ലിംഗ് അറിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോ, ഇപ്പൊ നോക്കിക്കോ, വായിക്കൊന്നും വേണ്ട. ഡേറ്റ് ഓഫ് വെസ്റ്റിംഗ് എന്ന് പറയുന്നത്, ഡേറ്റ് ഓഫ് വെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഏത് ഡേറ്റിനാണോ ഈ ഓപ്ഷൻ എലിജിബിൾ ആവുന്നത്, ഏത് ഡേറ്റിനാണോ ഈ ഓപ്ഷൻ എലിജിബിൾ ആവുന്നത്, ആ ഡേറ്റിനാണ് നമ്മൾ എന്താ പറയാ, ഡേറ്റ് ഓഫ് വെസ്റ്റിംഗ് എന്ന് പറയുന്നത്. സർ മനസ്സിലാവുന്നില്ല, ഒന്നും കൂടി പറ. ഏത് ഡേറ്റിനാണോ ഈ ഓപ്ഷൻ എലിജിബിൾ ആവുന്നത്, ആ ഡേറ്റിനാണ് എന്താ പറയാ, ഡേറ്റ് ഓഫ് വെസ്റ്റിംഗ്. ഒന്നുകൂടി, അതായത് ശ്രദ്ധിക്കും, ഞാൻ എംപ്ലോയീസിനോട് പറയുന്നു 1/4/2013 ഓക്കെ 1/4/2013 അവരോട് പറയുന്നു, നിങ്ങൾ 3 വർഷം നിൽക്കുന്നുണ്ടെങ്കിൽ, 3 years എന്റെ ഓർഗനൈസേഷനിൽ നിൽക്കുന്നുണ്ടെങ്കിൽ, ഓക്കെ 3 years കണ്ടിന്യൂസ് ആയിട്ട്, ഓക്കെ 2013 ഞാൻ പറയുന്നത്. ഡേറ്റ് ഓഫ് ഗ്രാന്റ് എന്ന് പറയുന്നത് എത്രയാണ്? ഡേറ്റ് ഓഫ് ഗ്രാന്റ് എന്ന് പറയുന്നത് 1/4/2013 ആണ്. ഞാൻ പറയുന്നത് അവരോട് 3 കൊല്ലം നിങ്ങൾ എന്റെ ഓർഗനൈസേഷനിൽ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ESOP ഉണ്ട്, എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 31st March 2014, 31st March 2015, 31st March 2016, 31st March 2016 ആണ് ഡേറ്റ് ഓഫ് വെസ്റ്റിംഗ്. കാരണം ഒരു എംപ്ലോയി നമ്മുടെ ഓർഗനൈസേഷനിൽ 31st March 2016 വരെ നിന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും, ഓപ്ഷൻ എലിജിബിൾ ആവും. അതുകൊണ്ട് ആ ഡേറ്റിനാണ് നമ്മൾ എന്താ പറയാ, ഡേറ്റ് ഓഫ് വെസ്റ്റിംഗ്. മക്കളെ പറയും, ഏത് ഡേറ്റിനാണോ ഓപ്ഷൻ എലിജിബിൾ ആവുന്നത്, എലിജിബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എംപ്ലോയീസിന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന ഡേറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാനുള്ള റൈറ്റ് കിട്ടുന്ന ഡേറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാനുള്ള റൈറ്റ് കിട്ടുന്ന ഡേറ്റ്. ഓക്കെ, സബ്സ്ക്രൈബ് അന്ന് തന്നെ ചെയ്യാമെന്ന് ഞാൻ പറയുന്നില്ലേ, ഓക്കെ അന്ന് തന്നെ ചെയ്യാമെന്ന് ഞാൻ പറയുന്നില്ല. ഓക്കെ, അവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള റൈറ്റ് കിട്ടുന്ന ദിവസമാണ് ഡേറ്റ് ഓഫ് വെസ്റ്റിംഗ്. ഓക്കെ മക്കളെ, ഓരോ ടേംസ് ഞാൻ പഠിപ്പിക്കുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്കറിയാം ഹയർ പർച്ചേസിൽ ഇതേപോലെ ഞാൻ സ്റ്റാർട്ട് ചെയ്തത്, പല ഡെഫിനിഷൻസ് ഫസ്റ്റ് പഠിപ്പിച്ചു, പിന്നെ നമ്മളിങ്ങനെ പോകുമ്പോൾ നമുക്ക് ഇതെല്ലാം ഇങ്ങനെയാണ്, അത്രേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് വെസ്റ്റിംഗ് പീരീഡ്. എന്താണ് വെസ്റ്റിംഗ് പീരീഡ്? വെസ്റ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത് ഏത് പീരീഡിലാണോ നിങ്ങൾ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്, ആ പീരീഡിനാണ് നമ്മൾ പറയുന്നത് വെസ്റ്റിംഗ് പീരീഡ്. അല്ലെങ്കിൽ നമുക്ക് പറയാം the difference between date of grant and date of vesting is vesting period. ഒന്നുമില്ല, ഏത് കൊല്ലങ്ങൾ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഏത് കൊല്ലങ്ങൾ കൊണ്ടാണ് നമ്മൾ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്, ആ പീരീഡിനാണ് നമ്മൾ എന്താ പറയാ, വെസ്റ്റിംഗ് പീരീഡ്. ആ പീരീഡിനാണ് നമ്മൾ എന്താ പറയാ, വെസ്റ്റിംഗ് പീരീഡ്. മക്കളെ പറയുന്ന മനസ്സിലാവുന്നില്ല? അന്നേരം ഈ ക്വസ്റ്റ്യൻ എത്രയാണ് വെസ്റ്റിംഗ് പീരീഡ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞാട് മക്കളെ. 3 കൊല്ലം നമ്മുടെ സ്ഥാപനത്തിൽ നിൽക്കണം 3 കൊല്ലല്ലേ, പിന്നെ അങ്ങനെ 3 കൊല്ലം. ഓക്കെ, 3 കൊല്ലം നമ്മുടെ സ്ഥാപനത്തിൽ നിൽക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ 3 കൊല്ലമാണ് വെസ്റ്റിംഗ് പീരീഡ്. 13 മുതൽ 14 വരെ, 14 മുതൽ 15 വരെ, 15 മുതൽ 16 വരെ, 3 കൊല്ലമാണ് എന്ത് വെസ്റ്റിംഗ് പീരീഡ്. ഓക്കെ, ഞാൻ ചിലപ്പോൾ മാറ്റി പറയും, അതെന്തിനാ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ആ കൺസെപ്റ്റിൽ എപ്പോഴും അവിടെ ഉറച്ചു നിൽക്കണം. 3 കൊല്ലം വെസ്റ്റിംഗ് പീരീഡ്. അത്ര 3 കൊല്ലം. ഓരോ കേസിലും വെസ്റ്റിംഗ് പീരീഡ് ഡിഫറെന്റ് ആയിരിക്കും മക്കളെ, ഓരോ കേസിലും വെസ്റ്റിംഗ് പീരീഡ് ഡിഫറെന്റ് ആയിരിക്കും. നമ്മൾ ആ ക്വസ്റ്റ്യനിൽ തരുമ്പോൾ നമ്മളോട് പറയും ഇതാണ് വെസ്റ്റിംഗ് പീരീഡ്, ഇതാണ് വെസ്റ്റിംഗ് പീരീഡ്. അതാണ് ശ്രദ്ധിക്കണം, ആ ഡിഫറൻസ് ബിറ്റ്വീൻ ഡേറ്റ് ഓഫ് ഗ്രാന്റ് ആൻഡ് ഡേറ്റ് ഓഫ് വെസ്റ്റിംഗ്. മക്കളെ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? നമ്മളിപ്പോ ഓൾറെഡി ESOP എന്താന്ന് പറഞ്ഞു, ഡേറ്റ് ഓഫ് ഗ്രാന്റ് പറഞ്ഞു, ഡേറ്റ് ഓഫ് വെസ്റ്റിംഗ് പറഞ്ഞു, വെസ്റ്റിംഗ് പീരീഡ് പറഞ്ഞു. ഓക്കെ,
മക്കളെ ഇതുവരെ കംഫർട്ടബിൾ അല്ലേ? ഓക്കെ മക്കളെ ശ്രദ്ധിക്കും. സർ എപ്പോഴാണ് ഇവർ എക്സസൈസ് ചെയ്യാം? ഇവർക്ക് എപ്പോ എക്സസൈസ് ചെയ്യാം? അതായത് ഞാൻ കമ്പനിയാണ് ഗ്രാൻഡ് ചെയ്തു അവർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് അവർക്ക് എന്ത് ചെയ്യാം? സബ്സ്ക്രൈബ് ചെയ്യാം. ഏത് ഡേറ്റിനാ സബ്സ്ക്രൈബ് ചെയ്യാം? സബ്സ്ക്രൈബ് ചെയ്ത 31/3/2016 മുതൽ അവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഓക്കെ, പക്ഷെ അവരോട് നമ്മൾ പറയുകയാണ് 31/3/2016 നിങ്ങൾക്ക് ഒരു റൈറ്റ് വന്നിട്ടുണ്ട്, നിങ്ങൾ ഇന്നെ സബ്സ്ക്രൈബ് ചെയ്യണോ? അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എംപ്ലോയീസിനെല്ലാം പറയുമ്പോൾ റിച്ച് ഉണ്ടാവാം, പൂർ ഉണ്ടാവാം. ഓക്കെ, പണം കൊണ്ട്, ഓക്കെ, ഹാപ്പിനെസ് കൊണ്ടല്ല, പണം കൊണ്ട് റിച്ച് ആവാം, പൂർ ആവാം. എന്നാൽ അവരെ നമ്മൾ പറയുന്നത് പെട്ടെന്ന് 31/3/2016 വൈകുന്നേരം ആയിരം പറഞ്ഞു ഇന്നാണ് ഡേറ്റ് ഓഫ് വെസ്റ്റിംഗിന്റെ ദിവസം. ഓക്കെ, നിങ്ങൾ കുറച്ച് ആൾക്കാർ വെസ്റ്റ്, അതായത് നിങ്ങൾക്ക് കുറച്ച് ആൾക്കാർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ESOP പ്ലാൻ വെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് റൈറ്റ് ഉണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഇന്ന് അരമണിക്കൂറിനുള്ളിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 1000 ഷെയർസ് അവർ വാങ്ങിക്കുന്നെങ്കിൽ, ഫോർ എക്സാമ്പിൾ അത് 100 rupees വാങ്ങിക്കുന്നുണ്ടെങ്കിൽ, 1000 ഷെയർസ് 100 rupees വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് 1 lakh rupees വേണം. മക്കളെ അരമണിക്കൂർ കൊണ്ട് 1 ലക്ഷം രൂപ കൊണ്ടുതരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടിക്കലി പോസിബിൾ അല്ല. എംപ്ലോയീസിന് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ഓക്കെ, ഞാൻ പറയുന്ന കൺസെപ്റ്റ് ആണ് മക്കളെ. അതുകൊണ്ട് തന്നെ ജനറലി കമ്പനി എന്ത് ചെയ്യുന്ന വെച്ചാൽ അവർക്ക് എക്സസൈസ് ചെയ്യാൻ ഒരു പീരീഡ് കൊടുക്കും. അതിനാ പറയാ എക്സസൈസ് പീരീഡ്. എന്താ പറയാ? എക്സസൈസ് പീരീഡ്. മക്കളെ അവർക്ക് എന്താ കൊടുക്കുക? ജനറലി നമ്മൾ ഒരു എക്സ്ട്രാ പീരീഡ് കൊടുക്കും. ചിലപ്പോൾ അത് 3 മാസമാവാം, ചിലപ്പോൾ 1 കൊല്ലമാവാം, ചിലപ്പോൾ 1 മാസമാവാം. ഒരു ദിവസം ഒന്നും ആയിരിക്കില്ല. 1 മാസമാവാം, 2 മാസമാവാം, 3 മാസം, വാട്ട് എവർ ക്വസ്റ്റ്യൻ പറയുന്നത്. എക്സസൈസ് പീരീഡ് എന്ന് പറഞ്ഞാൽ the period on which the employees have the right to exercise the shares. The period on which the employees have the right to exercise the shares. Exercise ചെയ്യാൻ പർച്ചേസ് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. മക്കളെ പറയുന്ന മനസ്സിലാവുന്നു? മക്കളെ ശ്രദ്ധിക്കുക. അതായത് നമ്മുടെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാല് 160 rupees. ഫോർ എക്സാമ്പിൾ വിചാരിക്കും 160 rupees. 140 rupees. ഓക്കെ, എത്രയാ മാർക്കറ്റ് പ്രൈസ്? 140 rupees. അവർക്ക് എക്സസൈസ് ചെയ്യാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് ഒരു പ്രീ ഡിറ്റർമിൻഡ് പ്രൈസിനാണ് അവർ എക്സസൈസ് ചെയ്യാം. അതായത് മാർക്കറ്റ് പ്രൈസിനൊന്നും അവർക്ക് കൊടുക്കൂല. കാരണം മാർക്കറ്റ് പ്രൈസിന് കൊടുക്കുന്നുണ്ടെങ്കിൽ അവർ ആരും വാങ്ങിക്കാനും നിൽക്കൂല. ഫേസ് വാല്യൂ 10 rupees. മക്കളെ എക്സസൈസ് ചെയ്യുന്ന പ്രൈസിനാണ് നമ്മൾ പറയാ എക്സസൈസ് പ്രൈസ്. എന്താ പറയാ? എക്സസൈസ് പ്രൈസ്. അതായത് ഫോർ എക്സാമ്പിൾ 90 rupees ആണെന്ന് വിചാരിക്കും. എത്രയാ? 90 rupees. ഓക്കെ മക്കളെ ശ്രദ്ധിക്കും, 90 rupees. അതായത് മാർക്കറ്റ് പ്രൈസ് 140, എക്സസൈസ് പ്രൈസ് 90 rupees. അങ്ങനെയാണെങ്കിൽ അവര് 90 rupeesന് എക്സസൈസ് ചെയ്യുന്നു മക്കളെ. അവര് 90 rupeesന് എക്സസൈസ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവിടെ എന്തെങ്കിലും നമുക്ക് ചെലവുണ്ടോ മക്കളെ? അവിടെ നമുക്ക് എന്തെങ്കിലും ചെലവുണ്ടോ? 140 രൂപന്റെ ഷെയർ, 140 രൂപ മാർക്കറ്റ് പ്രൈസ് ആണ് മക്കളെ. ഫേസ് വാല്യൂ 10 രൂപ. ആ ഷെയർ നമ്മൾ 90 രൂപക്ക് അവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള റൈറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് അവിടെ എന്തെങ്കിലും എക്സ്പെൻസ് ഉണ്ടോ? മക്കളെ ശ്രദ്ധിക്കുക. അതായത് മാർക്കറ്റ് പ്രൈസ് 140 രൂപയും എക്സസൈസ് പ്രൈസ് 90 രൂപയാകുമ്പോൾ അവിടെ നമുക്ക് എക്സ്പെൻഡിച്ചർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എക്സ്പെൻഡിച്ചർ ഇല്ല. ഫേസ് വാല്യൂ 10 rupees ആണ്. ബട്ട് സ്റ്റിൽ there is an opportunity cost. സർ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അക്കൗണ്ട്സിൽ കാണിക്കോ? അക്കൗണ്ട്സിൽ കാണിക്കാൻ ചോദിച്ചാൽ നോഷണൽ എൻട്രി കാണിക്കും. വെയിറ്റ് ചെയ്യും. അതായത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് മക്കളെ ഈ ഷെയർ ഞാൻ ഈ എംപ്ലോയീസിനല്ലാണ്ട് പുറത്ത് വേറെ ആൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ, ഇതാണ് എംപ്ലോയീസ്, ഇവർക്ക് കൊടുക്കാണ്ട് ഞാൻ ഇപ്പുറം കൊടുക്കുകയാണ് ആർക്ക്? എന്റെ ഏതോ ആൾക്കാർക്ക്. അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ എനിക്ക് എത്ര പൈസ കിട്ടുമായിരുന്നു? 140 രൂപ കിട്ടുമായിരുന്നു. അവിടെ ഞാൻ എന്ത് ചെയ്യുന്നത്? അവർക്ക് ഞാൻ എത്ര പൈസക്കാണ് കൊടുക്കുന്നത്? 90 രൂപക്ക്. അതായത് അവിടെ എനിക്ക് 50 rupees എന്തുണ്ട്? എക്സ്പെൻസ് ഉണ്ട് മക്കളെ. സർ അത് എക്സ്പെൻസ് ആണോ? It is a notional entry. But we should recognize. അതിന് പറയുന്ന പേരാണ് മക്കളെ അക്കൗണ്ടിങ്ങിൽ ഫെയർ വാല്യൂ ഓഫ് ഓപ്ഷൻ ഓർ വാല്യൂ ഓഫ് ഓപ്ഷൻ. എന്തായാലും പ്രശ്നമൊന്നുമില്ല.
ഓപ്ഷന്റെ വാല്യൂ. ഓക്കെ, ഓപ്ഷന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ്പെൻസ് എത്രയാണ്. അതായത് ഒരു ഷെയറിന്റെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്, ഓക്കെ ശ്രദ്ധിക്കേ, മാർക്കറ്റ് പ്രൈസ് മൈനസ് എക്സസൈസ് പ്രൈസ്. മക്കളെ നല്ലോണം ചിന്തിച്ചോ. ഈ ചാപ്റ്റർ ഒക്കെ പഠിക്കുമ്പോൾ ഡൗട്ട് വരുന്നൊക്കെ ഞാൻ ക്ലിയർ ചെയ്ത് പേടിക്കേ വേണ്ട. 50 റുപ്പീസ് എത്രയാ? 50 റുപ്പീസ്. മക്കളെ 50 റുപ്പീസ് ആണ് വാല്യൂ ഓഫ് ഓപ്ഷൻ. ഇതാണ് നമ്മുടെ എക്സ്പെൻസ്. ബട്ട് ഇറ്റ് ഈസ് എ നോഷണൽ എക്സ്പെൻസ്. മക്കളെ നോഷണൽ എക്സ്പെൻസ്. മക്കളെ പറയുന്ന മനസ്സിലാവുന്ന. നെക്സ്റ്റ് ചോദ്യം ശ്രദ്ധിക്കാൻ. ഫെയർ വാല്യൂ ഓഫ് ഓപ്ഷൻ ഓർ വാല്യൂ ഓഫ് ഓപ്ഷൻ. Fair value of option or value of option. It is an expenditure. It is an expenditure. Okay? It is an expenditure. മക്കളെ ഈ എക്സ്പെൻഡിച്ചർ നമ്മൾ എപ്പോഴാണ് റെക്കഗ്നൈസ് ചെയ്യേണ്ടത്? ഡേറ്റ് ഓഫ് ഗ്രാന്റിന്റെ ടൈം ആണോ? വെസ്റ്റിംഗ് പീരീഡിലാണോ? അല്ലെങ്കിൽ എക്സസൈസ് പീരീഡിലാണോ? എപ്പോഴാണ് നമ്മൾ ഈ എക്സ്പെൻഡിച്ചർ റെക്കഗ്നൈസ് ചെയ്യാം? മക്കളെ നമ്മളെല്ലാവരും വിചാരിക്കും എക്സസൈസ് പീരീഡിലാണ് നമ്മുടെ ഈ എക്സ്പെൻഡിച്ചർ റെക്കഗ്നൈസ് ചെയ്യേണ്ടത്. നോ, വെസ്റ്റിംഗ് പീരീഡ്. സാർ അതിന്റെ ലോജിക്ക് പറഞ്ഞുതരാം. അതായത് നമുക്ക് എംപ്ലോയീസ് വാല്യൂ ഓഫ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പെൻഡിച്ചർ ആണ്. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ESOP. ഓക്കെ, ആ എക്സ്പെൻഡിച്ചർ എപ്പോഴാണ് റെക്കഗ്നൈസ് ചെയ്യേണ്ടത്? എക്സസൈസ് പീരീഡ് ആണോ, അല്ലെങ്കിൽ വെസ്റ്റിംഗ് പീരീഡ് ആണോ, അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ഗ്രാന്റ് ആണോ? വെസ്റ്റിംഗ് പീരീഡ്. സാർ എന്തുകൊണ്ട്? അതായത് മാച്ചിങ് കോൺസെപ്റ്റ്. സാർ മാച്ചിങ് കോൺസെപ്റ്റാ ഇവിടെ എങ്ങനെ വരാം? പറഞ്ഞ അതായത് ഞാൻ നിങ്ങളോട് നേരത്തെ ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. അതായത് ചിലപ്പോ ഞാൻ എംപ്ലോയീസിനോട് പറയും നിങ്ങൾ 3 കൊല്ലം നിൽക്കണം. ചിലപ്പോ ഞാൻ പറയും അവരോട് കണ്ടീഷൻ ഓക്കെ, അല്ലെങ്കിൽ ഒരു കൊല്ലത്തെ ലാഭം നിങ്ങൾ എന്ത് ചെയ്യണം? 12% ആക്കണം. എന്നിട്ട് അവരിങ്ങനെ മെനക്കെട്ട് പണിയെടുക്കും. എന്റെ ലാഭം ഇങ്ങനെ കൂടി വരും. ആ ലാഭം കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒരു പൈസ ചെലവാക്കുന്നു. അതാണ് മാച്ചിങ് കോൺസെപ്റ്റ്. സർ ഓക്കെ, അതിന് നമുക്ക് പിന്നെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് 12% ലാഭമാക്കാൻ പറഞ്ഞ് അവരിങ്ങനെ കഷ്ടപ്പെട്ട്, അതുകൊണ്ട് മാച്ചിങ് കോൺസെപ്റ്റ്. ശരി, 3 കൊല്ലത്തിന്റെ കൺസെപ്റ്റ് എന്താ? അതായത് ശ്രദ്ധിക്കും, 3 കൊല്ലം നിന്നേ അവരെങ്ങനെയാ മാച്ചിങ് കോൺസെപ്റ്റ് വരാം? 3 കൊല്ലം അവർ നിൽക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കൊല്ലം നമ്മുടെ പ്രോഫിറ്റ് കുറവായിരിക്കും. അവര് വർക്ക് ചെയ്യുന്നത് കുറച്ച് സ്ലോ ആയിരിക്കും, കുറച്ച് മടിയാനായിരിക്കും. അത് നമ്മൾ എന്ത് ചെയ്യും? ചൊട്ട് 2-3 കൊടുത്തിട്ട് ശരിയാക്കും. ഓക്കെ, അത്രേ ഉള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യും? ഒരു കൊല്ലം ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അതിങ്ങനെ സ്റ്റാർട്ടിങ് ആണ്. ഇങ്ങനെ പോകുമ്പോൾ നമ്മളിങ്ങനെ അവരെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ 3 കൊല്ലം നിന്ന് നിങ്ങൾ ഓണറാവും. അവരെന്ത് ചെയ്യും? അധ്വാനിക്കാൻ തോന്നും. കാരണം നമ്മുടെ സ്ഥാപനമാകാൻ പോകുന്ന ഓർഗനൈസേഷൻ. ഓട്ടോമാറ്റിക് അവർ അധ്വാനിക്കുമ്പോൾ അവർ കുറച്ച് ഉഷാറ് കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സെയിൽസ് കൂടുമല്ലോ. സെയിൽസ് കൂടുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി നമ്മൾ എന്തെങ്കിലും മാച്ച് ചെയ്യണം. മാച്ച് ചെയ്യണം. അതാണ് എക്സ്പെൻഡിച്ചർ. അതുകൊണ്ട് തന്നെ വാല്യൂ ഓഫ് ഓപ്ഷൻ എന്ന് പറയുന്ന എക്സ്പെൻഡിച്ചർ should be recognized during the vesting period. മക്കളെ അതായത് ഫസ്റ്റ് കണ്ടീഷൻ ഞാൻ നിങ്ങളോട് ഫസ്റ്റ് കണ്ടീഷൻ എന്താ പറഞ്ഞത്? 12% നെറ്റ് പ്രോഫിറ്റ് ആക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ESOP എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ തരാന്ന് പറഞ്ഞു. ഓക്കെ, അവര് അന്നേരം നിങ്ങൾ മനസ്സിലാക്കേണ്ട 12% ആക്കണമെങ്കിൽ ഇപ്പൊ ചിലപ്പോൾ ലോസിലായിരിക്കും, ചിലപ്പോൾ 12% കുറവായിരിക്കും. എന്നിട്ട് അവർ ആ ഒരു കൊല്ലം നല്ലവണ്ണം അധ്വാനിക്കാണ്ട് പ്രോഫിറ്റ് കൂടുമോ മക്കളെ? എംപ്ലോയീസ് അധ്വാനിക്കാണ്ട് പ്രോഫിറ്റ് കൂടുമോ? ഇല്ല, കൂടൂല. അന്നേരം എംപ്ലോയീസ് അധ്വാനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് കൂടും. പ്രോഫിറ്റ് കൂടിയിട്ടുണ്ടെങ്കിൽ 12% കൂടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും? ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള റൈറ്റും കിട്ടും. നോക്കിയാട്ടെ, ഇൻകം കൂടി. എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ അതിന് മാച്ച് ചെയ്തിട്ട് കാണിക്കണം നമ്മൾ. ഈ എക്സ്പെൻഡിച്ചർ ഏത് പീരീഡിലാണ് കാണിക്കട്ടെ? ഈ വെസ്റ്റിംഗ് പീരീഡിൽ. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ മക്കളെ? സെയിം ലോജിക്കാണ് ഇപ്പൊ 3 കൊല്ലം നിൽക്കാൻ പറയുന്നത്. കാരണം ഒരു ഓഫീസിൽ ഒരാൾ 3 കൊല്ലമൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അയാളെ എഫിഷ്യൻസി കൂടും. ഞാൻ എന്റെ ഓഫീസിൽ ഫസ്റ്റ് പോയിട്ട് 1 മാസം വർക്ക് ചെയ്തപ്പോ ആർട്ടിക്കിൾഷിപ്പിന് നിങ്ങൾ എല്ലാവരും പോകാൻ പോകുന്ന പരിപാടി 1 മാസം പോയപ്പോ ഇത് ഏതാ ലോകം എന്ന് വെച്ച് ചിന്തിച്ചു. 2ാമത്തെ മാസം മുതൽ മനസ്സിലായിട്ട് നമ്മുടെ കയ്യിലുള്ള സംഭവമാണ്. ഓക്കെ, അത്രേ ഉള്ളൂ. കാരണം നമ്മൾ എഫിഷ്യന്റ് ആവാൻ തുടങ്ങി. പിന്നെ നമുക്ക് എന്ത് ചെയ്യും? സേർമാർ നമ്മൾ എഫിഷ്യൻസി അനുസരിച്ചിട്ട് വർക്ക് എന്ത് ചെയ്യും? കൂടുതൽ തരും. ഓട്ടോമാറ്റിക്കലി അവർക്ക് എന്ത് ചെയ്യും? ഔട്ട്പുട്ട് കൂടും. ചിലപ്പോൾ ആ ചാർട്ടേഡ് അക്കൗണ്ടന്റ് വരെ നിങ്ങൾ എന്റെ പാർട്ണറായിട്ട് എടുത്തു വരുന്നു. അതാണ് ESOP. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ ചെലവ് എന്ത് ചെയ്യണം? ഈ പീരീഡിൽ കാണിക്കണം. ഏത് പീരീഡില്? ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന പീരീഡില് ആ പീരീഡിൽ അവർ വല്ലാണ്ട് അധ്വാനിക്കും. ഓക്കെ, അതാണ് അസംപ്ഷൻ. അല്ല, ടു എ ലിറ്റിൽ എക്സ്റ്റെന്റ് ഇറ്റ് ഈസ് എ bare truth.
സത്യം. ഓക്കെ ആണോ മക്കളെ? സർ ഈ വാല്യൂ ഓഫ് ഓപ്ഷൻ എന്ന് പറയുന്നത് 50 രൂപ നമുക്ക് കിട്ടിയത്. ഇത് എങ്ങനെയാ നമ്മൾ കാണിക്കുക? കാരണം 3 കൊല്ലം ഉണ്ട്. വെസ്റ്റിംഗ് പീരീഡ് എന്ന് പറഞ്ഞാൽ 3 കൊല്ലം ഉണ്ട്. അതെന്താ ആക്കുക? 3 കൊല്ലം ഉണ്ടെങ്കിൽ 2 കൊല്ലം ഉണ്ട്, അല്ലെങ്കിൽ 1 കൊല്ലം ഉണ്ട്, അല്ലെങ്കിൽ 3 മാസം ഉണ്ട്, അല്ലെങ്കിൽ 6 മാസം ഉണ്ട്. മക്കളെ നിങ്ങളോട് പറയുന്നത് വാല്യൂ ഓഫ് ഓപ്ഷൻ should be amortized during the vesting period on straight line method. Value of option should be amortized during the vesting period on straight line method. അതായത് ഈ വാല്യൂ ഓഫ് ഓപ്ഷൻ എന്ന് പറയുന്ന എക്സ്പെൻഡിച്ചർ നിങ്ങൾക്ക് 3 കൊല്ലാണ് നിങ്ങളുടെ വെസ്റ്റിംഗ് പീരീഡ് എങ്കിൽ എല്ലാ കൊല്ലവും ഈക്വൽ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ട്രീറ്റ് ചെയ്യണം. എല്ലാ കൊല്ലവും ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യണം. അതായത് 50 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുമ്പോൾ 16.67 അതായത് 16.67 ഫസ്റ്റത്തെ കൊല്ലത്തെ എക്സ്പെൻഡിച്ചർ, രണ്ടാമത്തെ കൊല്ലത്തെ എക്സ്പെൻഡിച്ചർ 16.67, മൂന്നാമത്തെ കൊല്ലത്തെ എക്സ്പെൻഡിച്ചറും 16.67. ഓക്കെ, ഇതാണ് നമ്മുടെ ബേസ്. ഓക്കെ, ബേസ് തീർന്നു. ഓക്കെ മക്കളെ, നമ്മൾ നെക്സ്റ്റ് മൂവ് ചെയ്യുന്നത് ജേർണൽ എൻട്രിയിലേക്കാണ്. മക്കളെ നെക്സ്റ്റ് ജേർണൽ എൻട്രിയിലേക്കാണ് മൂവ് ചെയ്യുന്നത്. ജേർണൽ എൻട്രി എന്ന് പറയുന്നത് മക്കളെ ഫസ്റ്റ് വെസ്റ്റിംഗ് പീരീഡ് കഴിഞ്ഞതിന് ശേഷം എക്സസൈസ് വരും. വെസ്റ്റിംഗ് പീരീഡ് കഴിഞ്ഞതിന് ശേഷം എക്സസൈസ് വരും. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് വെസ്റ്റിംഗ് പീരീഡിൽ നമ്മൾ എന്ത് ചെയ്യണം? ജേർണൽ എൻട്രി പാസ് ചെയ്യണം. എന്താ ജേർണൽ എൻട്രി? വെസ്റ്റിംഗ് പീരീഡിലെ ജേർണൽ എൻട്രി എന്ന് പറയുന്നത് അവിടെ എംപ്ലോയീസ് എക്സ്പെൻസ്, നമ്മൾ ആ വാല്യൂ ഓഫ് ഓപ്ഷൻ എന്ന് പറയുന്ന എക്സ്പെൻഡിച്ചർ റെക്കഗ്നൈസ് ചെയ്യണം. മക്കളെ ജേർണൽ എൻട്രി എന്ന് പറയുന്നത് എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ്, ഒരു എക്സ്പെൻഡിച്ചർ ആണെന്നറിയില്ലേ? ഇൻക്രീസ് ഇൻ എക്സ്പെൻസ് ഷുഡ് ബി ഡെബിറ്റഡ്. ആ എക്സ്പെൻസിന്റെ പേരാണ് പുതിയൊരു പേര്. കേട്ടോ, പഠിച്ചോ, മനസ്സിലായിക്കോ? എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ്. എന്താണ് എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ്? എംപ്ലോയിക്ക് കോമ്പൻസേഷൻ കൊടുത്തതുള്ള ചെലവ്. എംപ്ലോയിക്ക് എന്തോ ഒരു കോമ്പൻസേഷൻ കൊടുത്തതാ, അത്ര തന്നെ. ഓക്കെ, എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ്. ഓക്കെ, ഞാൻ ഫുൾ ആയിട്ട് ചെയ്ത അല്ലെങ്കിൽ വേണ്ട, ഫുൾ ആയിട്ട് ചെയ്തല്ല. എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റർ. ഓക്കെ, എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റർ. മക്കളെ ഈ എക്സ്പെൻസിൽ ഔട്ട്ഫ്ലോ ഉണ്ടാ? ഇല്ല. ഈ എക്സ്പെൻസിൽ ഔട്ട്ഫ്ലോ ഉണ്ടാ? ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇവിടെ ഒരു റിസർവ് അല്ലെങ്കിൽ ഒരു ലാബിലിറ്റി പോലെ ക്രിയേറ്റ് ചെയ്യണം. എന്താ സംഭവം? പിന്നെ ഇപ്പൊ ഔട്ട്ഫ്ലോ ആയിട്ടും ഇല്ല, നമുക്ക് എക്സ്പെൻഡിച്ചർ ഇപ്പൊ ഷുവർ ആയിട്ട് പറ്റുന്നില്ല, ഓക്കെ, എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റർ 2, എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റർ 2, എംപ്ലോയീസ് സ്റ്റോക്ക് ഓപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് അക്കൗണ്ട്. മക്കളെ ഇത് നമ്മുടെ ക്യാഷ് കൊടുത്തിട്ട് ഇത് ഔട്ട്സ്റ്റാൻഡിങ് ആണ്. നമ്മൾ എന്ത് ചെയ്യണം? ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു liability പോലെ ക്രിയേറ്റ് ചെയ്യണം. ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ liability, it is a reserve. It is not a liability, it is a reserve. Specific reserve. അതായത് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്? എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ESOP, എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് അക്കൗണ്ട്. കാരണം നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, അവർക്ക് ഈ ഒരു ഇപ്പൊ നമ്മൾ ലാബിലിറ്റി ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നത് അവർ എക്സസൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് എക്സ്പെൻഡിച്ചർ ആവും. ഓക്കെ, പറയുന്ന മനസ്സിലാകുന്ന മക്കളെ? എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് അക്കൗണ്ട്. മക്കളെ 16.67. നമ്മൾ ഇപ്പോഴത്തെ എക്സാമ്പിൾ നമുക്ക് ഇങ്ങനെ പറയാം. ഓക്കെ, 16.67. ഓക്കെ, ശ്രദ്ധിക്കും. നെക്സ്റ്റ് അവർ എക്സസൈസ് ചെയ്യുമ്പോൾ ജേർണൽ എൻട്രി. ഓക്കെ, നെക്സ്റ്റ് അവർ എക്സസൈസ് ചെയ്യുമ്പോൾ ജേർണൽ എൻട്രി ശ്രദ്ധിച്ചോ. തൽക്കാലം നമുക്ക് അവരെല്ലാവരും എക്സസൈസ് ചെയ്യുന്നുള്ള ഓപ്ഷൻ പോലെ ആക്കാം. ജേർണൽ എൻട്രി എന്ന് പറയുന്നത് ഓക്കെ, അവർ എക്സസൈസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമുക്ക് പൈസ കിട്ടൂല മക്കളെ? പൈസ കിട്ടും. ഉറപ്പന്നല്ലേ? പൈസ കിട്ടും. ഉറപ്പ്. ബാങ്ക് കൂടൂലേ? ജേർണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ. ഓക്കെ, ഇവിടെ വേണമെങ്കിൽ നിങ്ങൾ ബ്രാക്കറ്റിൽ എഴുതിക്കോ വാല്യൂ ഓഫ് ഓപ്ഷൻ amortized during the vesting period. Okay, bank account debtor, amount received എന്ന് പറയുമ്പോൾ number of shares subscribed into the exercise price. Okay, EP ആണ് exercise price. Bank account debtor to equity share capital account എന്ന് പറയുമ്പോൾ
നിങ്ങൾക്കറിയാം അതെന്താണ്? ഫേസ് വാല്യൂ ടു സെക്യൂരിറ്റീസ് പ്രീമിയം, ടു സെക്യൂരിറ്റീസ് പ്രീമിയം, ടു സെക്യൂരിറ്റീസ് പ്രീമിയം. മക്കളെ ഇവിടെ സെക്യൂരിറ്റീസ് പ്രീമിയത്തിലോട്ട് ബ്രാക്കറ്റിൽ ഞാൻ എഴുതുന്നുണ്ട്, ശ്രദ്ധിച്ചോ. മാർക്കറ്റ് പ്രൈസ് മൈനസ് ഫേസ് വാല്യൂ. സർ എക്സസൈസ് പ്രൈസ് മൈനസ് ഫേസ് വാല്യൂ അല്ലേ? അല്ല, മാർക്കറ്റ് പ്രൈസ് മൈനസ് ഫേസ് വാല്യൂ. മാർക്കറ്റ് പ്രൈസ് മൈനസ് ഫേസ് വാല്യൂ സെക്യൂരിറ്റീസ് പ്രീമിയം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, അതായത് ഞാൻ പുറത്തുള്ള ഒരാൾക്ക് ഈ ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ എനിക്ക് 140 രൂപ തരുമായിരുന്നു. ഓക്കെ, ഞാൻ ഇയാൾക്ക് ഇഷ്യൂ ചെയ്തുകൊണ്ടാണ് 90 തരുന്നത്. അതുകൊണ്ട് ഓൾറെഡി നമ്മൾ എന്ത് ചെയ്ത് എക്സ്പെൻഡിച്ചർ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റീസ് പ്രീമിയം എന്ന് പറയുന്നത് നമ്മൾ എത്ര കാണിക്കണം? മാർക്കറ്റ് പ്രൈസ് മൈനസ് ഫേസ് വാല്യൂ. എക്സസൈസ് പ്രൈസ് മൈനസ് ഫേസ് വാല്യൂ അല്ല, മാർക്കറ്റ് പ്രൈസ് മൈനസ് ഫേസ് വാല്യൂ. 130 റുപ്പീസ്, 130. ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നില്ല, ഈ എക്സാമ്പിൾ വെച്ച് ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഞാൻ പറയാൻ വേണ്ടി മാത്രം. ഓക്കെ സർ, ജേണൽ എൻട്രി ടാലി ആവുന്നില്ല. കാരണം ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്ററിൽ എത്ര വരാന്ന് വെച്ചാൽ, ഇപ്പൊ ഈ എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ 50 റുപ്പീസാ വരാം. എത്ര? 50 റുപ്പീസ്, സോറി 50 അല്ല, എത്ര എക്സസൈസ് പ്രൈസ്? 90 റുപ്പീസ്. 90 റുപ്പീസ് ഡെബിറ്റും വരും, 10 ഇവിടെ, 130 ഇവിടെ. ടാലി ആവുന്നുണ്ടാ? ഇല്ല. മക്കളെ നിങ്ങൾ ഓൾറെഡി നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ESOP ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞൊരു ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടില്ലേ? മക്കളെ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനത്തെ ഒരു ലയബിലിറ്റി ഉണ്ടാ? മക്കളെ ESOP ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടില്ലേ? ഇനി ഇങ്ങനത്തെ ഒരു ലയബിലിറ്റി ഉണ്ടാ? എംപ്ലോയീസ് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞ് അത് നിങ്ങൾ ക്യാൻസൽ ചെയ്യണം. അതെന്ത് ചെയ്യണം? ക്യാൻസൽ ചെയ്യണം. ക്യാൻസൽ ചെയ്യാൻ ഡിക്രീസ് ഇൻ ലയബിലിറ്റി ഷുഡ് ബി ഡെബിറ്റഡ്. ഡിക്രീസ് ഇൻ ലയബിലിറ്റി ഷുഡ് ബി ഡെബിറ്റഡ്. ഓക്കെ, ജേണൽ എൻട്രി എന്ന് പറയുന്നത് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് അക്കൗണ്ട് ഡെപ്റ്റർ ടു എത്ര വരെ ഇടാം? 50 റുപ്പീസ്. കാരണം 3 കൊല്ലത്ത് 16 ട്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടോട്ടൽ എത്ര വരും? 50 രൂപ വരും. 50 രൂപ ട്രീറ്റ് ചെയ്യും. മക്കളെ ഇതാണ് ജേണൽ എൻട്രീസ്. ഓക്കെ, പിന്നെ വേറൊരു കാര്യമുണ്ട് മക്കളെ, ഈ ജേണൽ എൻട്രി ക്ലോസ് ചെയ്യണം. ഓക്കെ, ക്ലോസ് ചെയ്യുമ്പോൾ എന്താ ജേണൽ എൻട്രി? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ് അക്കൗണ്ട്. ഓക്കെ മക്കളെ ശ്രദ്ധിക്കുക, ഫസ്റ്റ് റെക്കഗ്നിഷൻ ഓഫ് എക്സ്പെൻഡിച്ചർ, രണ്ടാമത്തെ ക്ലോസിംഗ് എൻട്രി, പിന്നെ ആദ്യം 3-4 കൊല്ലം ഉണ്ടെങ്കിൽ, അതായത് വെസ്റ്റിംഗ് പീരീഡ്. ഇഫ് വെസ്റ്റിംഗ് പീരീഡ് ഈസ് മോർ ദാൻ 1 ഇയർ, നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ കൊല്ലം എക്സ്പെൻഡിച്ചർ റെക്കഗ്നൈസ് ചെയ്യണം. ഓക്കെ, എന്നാൽ എല്ലാ കൊല്ലം എക്സ്പെൻഡിച്ചർ റെക്കഗ്നൈസ് ചെയ്യുക. പിന്നെ അതിനുശേഷം എന്ത് ചെയ്യാം? ജേണൽ എൻട്രി പാസ് ചെയ്യുക. എന്താ ജേണൽ എൻട്രി പാസ് ചെയ്തത്? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ, ESOP ഔട്ട്സ്റ്റാൻഡിംഗ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റീസ് പ്രീമിയം. മക്കളെ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? മക്കളെ ശ്രദ്ധിക്കുക, ഇതിപ്പോ നമ്മൾ പറഞ്ഞത് ഈ എക്സാമ്പിൾ 3 കൊല്ലം വെസ്റ്റിംഗ് പീരീഡ്. ഞാൻ 3 കൊല്ലം ആക്കിയത് തന്നെ വെസ്റ്റിംഗ് പീരീഡിന്റെ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ വെസ്റ്റിംഗ് പീരീഡ് 1 കൊല്ലാന്ന് വിചാരിക്കും. വെസ്റ്റിംഗ് പീരീഡ് 1 കൊല്ലാന്ന് വിചാരിക്കും. ആ 1 കൊല്ലമാണെങ്കിൽ ഈ 50 രൂപ 1 കൊല്ലത്തെ എക്സ്പെൻഡിച്ചർ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. വെസ്റ്റിംഗ് പീരീഡ് 2 കൊല്ലാണെങ്കിലോ അത് 2 കൊല്ലത്തെ എക്സ്പെൻഡിച്ചർ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. 25. സർ, വെസ്റ്റിംഗ് പീരീഡ് 3 മാസം. 3 മാസമാകുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? 50 ഡിവൈഡഡ് ബൈ 3 അങ്ങനെ ഒന്നും ചെയ്യേണ്ട മക്കളെ. 3 മാസം. ഇഫ് വെസ്റ്റിംഗ് പീരീഡ് ഈസ് ലെസ് ദാൻ 1 ഇയർ, നിങ്ങൾ ആ ഇയറിലെ എക്സ്പെൻഡിച്ചർ ആയിട്ട് ട്രീറ്റ് ചെയ്താൽ മതി. അഡ്ജസ്റ്റ്മെന്റ്സ് ഇല്ലേ? ഡിപ്രീസിയേഷൻ നിങ്ങൾ എപ്പാ ജേണൽ എൻട്രി പാസ് ചെയ്യുക? ലാസ്റ്റ് 1 കൊല്ലത്തെ മൊത്തമായിട്ട്. ശരിയല്ലേ? അതേപോലെ ഇയർ എൻഡിൽ ലാസ്റ്റ് 1 കൊല്ലത്തേക്കുള്ള എക്സ്പെൻഡിച്ചേഴ്സ്. മക്കളെ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? മക്കളെ നമ്മളിപ്പോ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു, ജേണൽ എൻട്രീസ് പറഞ്ഞു. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക, ഈ ജേണൽ എൻട്രീസ് ഞാൻ ഒന്നുകൂടി മാറ്റി. ഓക്കെ, ഇഫ് വെസ്റ്റിംഗ് പീരീഡ് is less than 1 year, അതായത് വെസ്റ്റിംഗ് പീരീഡ് ലെസ് ദാൻ 1 ഇയർ ആണെങ്കിൽ, വെസ്റ്റിംഗ് പീരീഡ് ലെസ് ദാൻ 1 ഇയർ ആണെങ്കിൽ മക്കളെ നിങ്ങൾ ഇങ്ങനെ 2 ജേണൽ എൻട്രി പാസ് ചെയ്യണ്ട. അതായത് എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ESOP ഔട്ട്സ്റ്റാൻഡിംഗ് അക്കൗണ്ട്, എന്നിട്ട് അതെന്ത് ചെയ്യുക? ക്ലോസ് ചെയ്യുക. P&L അക്കൗണ്ട് ഡെപ്റ്റർ ടു എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ അതിനുശേഷം എക്സസൈസ് പീരീഡ് എന്ത് ചെയ്യാം? എക്സസൈസ് പീരീഡ് ആദ്യം നമ്മൾ ജേണൽ എൻട്രി പാസ് ചെയ്യാം. അതായത് ശ്രദ്ധിക്കുക, ഇഫ് ദ വെസ്റ്റിംഗ് പീരീഡ് ഈസ് ലെസ് ദാൻ 1 ഇയർ ആൻഡ് ദ എക്സസൈസ് പീരീഡ് ഈസ് വിത്തിൻ ദ സെയിം ഇയർ, അതായത് ഒന്നുമില്ല, എക്സസൈസ് പീരീഡും
വെസ്റ്റിംഗ് പീരീഡും സെയിം ഇയറിലാണെങ്കിൽ സർ അങ്ങനെ ഉണ്ടാവോ? ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവോ? ഉണ്ടാവും. കാരണം വെസ്റ്റിംഗ് പീരീഡ് ലെസ് ദാൻ 1 ഇയർ. വെസ്റ്റിംഗ് പീരീഡ് എത്ര കൊല്ലാന്ന് നമ്മൾ പറയുന്നില്ല. അത് 1 മാസമാവാം, 2 മാസമാവാം, 10 മാസമാവാം, വാട്ട് എവർ. ഓക്കെ, വെസ്റ്റിംഗ് പീരീഡ് ലെസ് ദാൻ 1 ഇയർ. എക്സസൈസ് പീരീഡ് ലെസ് ദാൻ ആ സെയിം പീരീഡ് തന്നെ. ഫോർ എക്സാമ്പിൾ ശ്രദ്ധിച്ചോ, 1/4/2013 ഇതാണ് ഡേറ്റ് ഓഫ് ഗ്രാന്റ്. ഓക്കെ, വെസ്റ്റിംഗ് പീരീഡ് 3 മാസം. ശ്രദ്ധിക്കും, 3 മാസം വിചാരിക്കും. ഡേറ്റ് ഓഫ് വെസ്റ്റിംഗ് പീരീഡ് എത്രയാ? 3 മാസം. അതായത് ശ്രദ്ധിക്കണം എല്ലാവരും. അതായത് if the vesting period is less than 1 year and exercise period is within the same year, അതായത് within the same year എങ്ങനെയാ വരുന്നത്? എക്സാമ്പിൾ ശ്രദ്ധിച്ചോ, 1/4/2013 ആണ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ഗ്രാന്റ്. DOG എന്ന് വേണമെങ്കിൽ പറയാം, ഡോഗ്. ഓക്കെ, ഡേറ്റ് ഓഫ് ഗ്രാന്റ് എപ്പാണ്? 1/4/2013. 3 മാസം എന്ന് പറഞ്ഞാൽ ഏപ്രിൽ, മെയ്, ജൂൺ. ജൂൺ 30 ആകുമ്പോൾ നമ്മുടെ വെസ്റ്റിംഗ് പീരീഡ് കഴിഞ്ഞു. ശ്രദ്ധിക്കെല്ലാവരും മക്കളെ, ശ്രദ്ധിക്കെല്ലാവരും. 3 മാസം കഴിഞ്ഞാൽ നമ്മുടെ വെസ്റ്റിംഗ് പീരീഡ് കഴിഞ്ഞു. അതിന്റെ ഉള്ളിൽ തന്നെ, അതായത് ആ 3 മാസം കഴിഞ്ഞ് ഫോർ എക്സാമ്പിൾ 39 ആണ് എക്സസൈസ് പീരീഡ്. 39 മുതൽ 31/3/2014 വരെയാണ് നമ്മുടെ എക്സസൈസ് പീരീഡ്, EP. ഓക്കെ, അതായത് എല്ലാം ഈ കൊല്ലത്തിനുള്ളിലായി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു സിംഗിൾ ജേർണൽ എൻട്രി പാസ് ചെയ്താൽ മതി മക്കളെ. ജേർണൽ എൻട്രി എന്ന് പറയുന്നത് എക്സസൈസിന് മാത്രം ജേർണൽ എൻട്രി പാസ് ചെയ്താൽ മതി. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ് എന്ന് പറയുമ്പോൾ എത്രയാണ്? എക്സസൈസ് പ്രൈസ്. ഓക്കെ, ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ്, എക്സസൈസ് പ്രൈസ്. മക്കളെ, നിങ്ങൾ എന്ത് ചെയ്യണം? എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ്, അതായത് നിങ്ങൾ ഈ ഒരു ESOP ഇഷ്യൂ ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് ഒരു എക്സ്പെൻഡിച്ചർ ഉണ്ട്. ഇൻക്രീസ് ഇൻ എക്സ്പെൻസ് ഷുഡ് ബി ഡെബിറ്റഡ്. Employee compensation expense account debtor to equity share capital to securities premium. Employee compensation expense എന്ന് പറയുമ്പോൾ value of option. എന്താണ് value of option? Equity share capital എന്ന് പറയുമ്പോൾ face value. Securities premium account എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞത് എന്താണ്? മാർക്കറ്റ് പ്രൈസ് മൈനസ് ഫേസ് വാല്യൂ. മക്കളെ പറയുന്ന മനസ്സിലാവുന്നില്ല? ഒറ്റ ജേർണൽ എൻട്രിയിൽ നിങ്ങൾ പാസ് ചെയ്തു. നിങ്ങൾക്ക് ഇവിടെ ലയബിലിറ്റി ഒന്നും ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ഇഷ്യൂ ചെയ്ത് ഡേറ്റ് ഓഫ് ഗ്രാന്റിന്റെ ടൈം നിങ്ങൾ ജേർണൽ എൻട്രി പാസ് ചെയ്തിട്ടില്ല. 3 മാസം കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്ത്? ഡേറ്റ് ഓഫ് വെസ്റ്റിംഗിന്റെ ടൈം നിങ്ങൾക്ക് അറിയാം, എക്സ്പെൻഡിച്ചർ ഉണ്ടാവും. നിങ്ങൾക്ക് അതും അറിയാം. അതിന്റെ കൂടെ തന്നെ വേറെ കാര്യങ്ങളും അറിയാം. ഈ കൊല്ലം തന്നെ ഈ ഷെയർസ് എക്സസൈസ് ചെയ്യൂ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്ത്? അതും ഇഗ്നോർ ചെയ്യും. എക്സസൈസ് ചെയ്യുമ്പോൾ എല്ലാം ഒന്നിച്ചിട്ട് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ്, എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റീസ് പ്രീമിയം. അടുത്ത ജേർണൽ എൻട്രി എന്ന് പറയുന്നത് എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ് ഒരു എക്സ്പെൻഡിച്ചർ ആണ്. നിങ്ങൾ അത് ക്ലോസ് ചെയ്യാനുള്ള ജേർണൽ എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ് അക്കൗണ്ട്. മക്കളെ, ഇതാണ് ജേർണൽ എൻട്രി. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ മക്കളെ? ശ്രദ്ധിക്കുക, നിങ്ങളുടെ വെസ്റ്റിംഗ് പീരീഡും എക്സസൈസ് പീരീഡും സെയിം ഇയറിലാണെങ്കിൽ ശ്രദ്ധിക്കുക, നിങ്ങൾ ഫസ്റ്റ് തന്നെ എക്സ്പെൻസ് റെക്കഗ്നൈസ് ചെയ്യണ്ട. ഓക്കെ, എക്സ്പെൻസ് റെക്കഗ്നൈസ് ചെയ്യണ്ട. ശ്രദ്ധിക്കല്ലാവരും. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇതെല്ലാം സെയിം ഇയറിലാവുമ്പോൾ നിങ്ങൾ വെറുതെ കുറേ ജേർണൽ എൻട്രീസ് പാസ് ചെയ്യുന്നതിനെക്കാട്ടിയും ബെറ്റർ എന്താണെന്ന് വെച്ചാൽ ഒറ്റ ജേർണൽ എൻട്രിയോട് ഫിനിഷ് ചെയ്യാം. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ്, എമൗണ്ട് റിസീവ്ഡ്. ഓക്കെ, അത് എപ്പോൾ പാസ് ചെയ്യാം? എക്സസൈസ് പീരീഡിലാണ് നമ്മൾ ഈ ജേർണൽ എൻട്രി പാസ് ചെയ്യുക. അപ്പാണ് എക്സസൈസ് പീരീഡ്. സാറിലെ പറഞ്ഞ വാല്യൂ ഓഫ് ഓപ്ഷൻ എന്ന് പറയുന്നത്, അതായത് എക്സ്പെൻഡിച്ചർ വാല്യൂ ഓഫ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ വെസ്റ്റിംഗ് പീരീഡിലാണ് എക്സ്പെൻഡിച്ചർ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടത്. മക്കളെ, ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു കൊല്ലത്തിനുള്ളിലല്ലേ ഈ വെസ്റ്റിംഗ് പീരീഡും എക്സസൈസ് പീരീഡും വരുന്നത്? ഒരു കൊല്ലത്തിനുള്ളിലേ. പിന്നെന്താ പ്രശ്നം വന്നതിന്? നമ്മൾ മാസത്തിൽ അക്കൗണ്ട്സ് ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ല, ഒരു കൊല്ലത്തേക്കാണ് ഉണ്ടാക്കുന്നത്. ഒരു കൊല്ലത്തേക്കല്ലേ നമ്മൾ അക്കൗണ്ട്സ് ഉണ്ടാക്കുന്നത്. ഇന്നലെ എന്തൊക്കെ എഫക്ട് ചെയ്യോ? ഇല്ല, എഫക്ട് ചെയ്യൂല. ഒരു കൊല്ലത്തേക്കാണ് നമ്മൾ അക്കൗണ്ട്സ് ഉണ്ടാക്കുന്നത്. ഓരോ മാസത്തേക്ക് ആക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന പോലെ, അതായത് നേരത്തെ പറഞ്ഞ പോലെ ജേർണൽ എൻട്രി പാസ് ചെയ്യണം. എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റ്, എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് അക്കൗണ്ട്. നമുക്കറിയാം ഇത് ഈക്വലം തന്നെ ഇതാവും. ഇത് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടൊന്നും ഉണ്ടാവില്ല. നമ്മുടെ ബാലൻസ് ഷീറ്റ് ഒന്നും പോകേണ്ട ആവശ്യം വരൂല. അത് അറിയുന്നത് കൊണ്ട് ഇഫ് വെസ്റ്റിംഗ് പീരീഡ് ഈസ് ലെസ് ദാൻ 1 ഇയർ ആൻഡ് ഇഫ് ദ വെസ്റ്റിംഗ് പീരീഡ് ഈസ് ലെസ് ദാൻ 1 ഇയർ ആവണം. ആ വെസ്റ്റിംഗ് പീരീഡിൽ തന്നെ എക്സസൈസ് പീരീഡും ഉണ്ടാവണം. അന്നെങ്കിൽ മാത്രമേ ഇത് വരും. ജേർണൽ എൻട്രി എന്താണ്? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ്, എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റീസ് പ്രീമിയം. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക എല്ലാവരും. ശ്രദ്ധിക്കും മക്കളെ. ഓക്കെ, ഇതാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത് ജേർണൽ എൻട്രി. ഓക്കെ മക്കളെ, ശ്രദ്ധിക്കേണ്ട കാര്യം
ഞാൻ ഒരു 1000 ഓപ്ഷൻ കൊടുത്തു വിചാരിക്കും. 1000 ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 1000 ഷെയർസ് ആയിരിക്കും. ഓക്കെ, 1000 ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 1000 ഷെയർസ്. ആ 1000 ഷെയർസ് അവരെന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. 1000 ഷെയർസ് അവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഫോർ എക്സാമ്പിൾ 800 ഓപ്ഷൻസ് അവർ സബ്സ്ക്രൈബ് ചെയ്തത്. 800 ഓപ്ഷൻസ് ആണ് അവര് സബ്സ്ക്രൈബ് ചെയ്തത്. അതാണ് എന്റെ പോയിന്റ്. നെക്സ്റ്റ് എന്നാൽ നമ്മളെ ഡൗട്ട്, സർ 1000 ഷെയർസിന് നമ്മുടെ എക്സ്പെൻഡിച്ചർ റെക്കഗ്നൈസ് ചെയ്യണോ അല്ലെങ്കിൽ 800 ഓപ്ഷൻസിന് എക്സ്പെൻഡിച്ചർ റെക്കഗ്നൈസ് ചെയ്യണോ? മക്കളെ ശ്രദ്ധിക്കേ, ഇഫ് വെസ്റ്റിംഗ് പീരീഡ് ആൻഡ് എക്സസൈസ് പീരീഡ് വിത്തിൻ ദ സെയിം ഇയർ 800 ഓപ്ഷൻസിന് എക്സ്പെൻഡിച്ചർ റെക്കഗ്നൈസ് ചെയ്താൽ മതി. എക്സ്പെൻഡിച്ചർ റെക്കഗ്നൈസ് ചെയ്യേണ്ടത് വെസ്റ്റിംഗ് പീരീഡ്, ഓക്കെ, വെസ്റ്റിംഗ് പീരീഡ് എക്സസൈസ് പീരീഡ് സെയിം വിത്തിൻ ദ സെയിം ഇയർ ആണെങ്കിൽ 800 ഓപ്ഷൻസിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? എക്സ്പെൻഡിച്ചർ റെക്കഗ്നൈസ് ചെയ്യേണ്ടത്. സർ അതെന്താ പറയുന്നത്? 1000 അല്ലേ? അല്ല, സെയിം ഇയറിലായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണ്ട? 1000 ഒന്നും ആക്കണ്ട, നിങ്ങൾ 800 ചെയ്താൽ മതി. സർ അന്നേരം മോർ ദാൻ 1 ഇയർ ആണ് വെസ്റ്റിംഗ് പീരീഡ് എങ്കിലോ? മോർ ദാൻ 1 ഇയർ ആണ് വെസ്റ്റിംഗ് പീരീഡ് എങ്കിൽ മോർ ദാൻ 1 ഇയർ ആണ് വെസ്റ്റിംഗ് പീരീഡ് എങ്കിൽ ഓക്കെ, ശ്രദ്ധിക്കേണ്ട കാര്യം, എത്രയാണ് നമ്മൾ ഓപ്ഷൻ കൊടുക്കുന്നത് അതിന്റെ മേലെ എക്സ്പെൻഡിച്ചർ റെക്കഗ്നൈസ് ചെയ്യണം. അതായത് ഫോർ എക്സാമ്പിൾ ലെസ് ദാൻ 1 ഇയർ ആണ്, ഓക്കെ, 800 ഓപ്ഷൻസ്. കാരണം നമുക്ക് ഇപ്പൊ അറിയൂല മക്കളെ, ഞാൻ ഇന്ന് ഓപ്ഷൻ കൊടുക്കുമ്പോ എനിക്ക് അറിയില്ല എത്രയാണ് സബ്സ്ക്രൈബ് ചെയ്യാം. ഞാൻ ഇന്ന് ഷെയർ ഓപ്ഷൻ കൊടുക്കുമ്പോൾ അവരെത്രയാ സബ്സ്ക്രൈബ് ചെയ്യാൻ എനിക്ക് അറിയില്ല. അറിയാത്തത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? 1000 ഓപ്ഷൻസിന് റെക്കഗ്നൈസ് ചെയ്യണം. 1000 ഓപ്ഷൻസിന് റെക്കഗ്നൈസ് ചെയ്യണം. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? 1000 ഓപ്ഷൻസ്. എന്നിട്ട് എന്താ ചെയ്യാ? അതിൽ പിന്നെ പഠിക്കാം, വെയിറ്റ് ചെയ്യും. അതായത് മക്കളെ, മോർ ദാൻ 1 ഇയർ ആണ് വെസ്റ്റിംഗ് പീരീഡ് എങ്കിൽ എത്രയാണോ നിങ്ങൾ ഓപ്ഷൻ കൊടുക്കുന്നത് അതിന്റെ മേലെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? എക്സ്പെൻഡിച്ചർ റെക്കഗ്നൈസ് ചെയ്യേണ്ടത്. ഈ എക്സാമ്പിളിൽ 1000 മേലെ. ഓക്കെ സർ, എന്നാൽ വെസ്റ്റിംഗ് പീരീഡ് ലെസ് ദാൻ 1 ഇയർ ആണെങ്കിലോ? മക്കളെ, ലെസ് ദാൻ 1 ഇയർ ആണെങ്കിൽ നിങ്ങൾക്ക് 1000 മേലെ ചെയ്യാം, തെറ്റില്ല. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ആ എക്സ്പെൻഡിച്ചർ ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് റിവേഴ്സ് ചെയ്യേണ്ടി വരും. അതിനെക്കാട്ടി നല്ലത് എന്താണ്? 800 മേലെ നമ്മൾ എന്തായാലും ഈക്വൽ തന്നെ അറിയൂലേ? മക്കളെ, അവർ എത്ര എക്സസൈസ് ചെയ്യാം. അന്നേരം ആ ടൈം നിങ്ങൾ എന്ത് ചെയ്തോ? കറക്റ്റ് എക്സ്പെൻഡിച്ചർ റെക്കഗ്നൈസ് ചെയ്തോ. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഫസ്റ്റ് എക്സ്പെൻഡിച്ചർ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ എത്ര ഓപ്ഷൻസ് ആണോ നിങ്ങൾ ഇഷ്യൂ ചെയ്തത്, എത്ര ഓപ്ഷൻസ് ആണോ കൊടുത്തത് അതിന്റെ മേലെ നിങ്ങൾ എന്ത് ചെയ്യണം? എക്സ്പെൻഡിച്ചർ റെക്കഗ്നൈസ് ചെയ്യണം. ബട്ട് എക്സസൈസ് ചെയ്തത് അതിനെക്കാട്ടിയും കുറവാണെങ്കിൽ, ജനറലി അത് കുറവാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി റെക്കഗ്നൈസ് ചെയ്ത എക്സ്പെൻഡിച്ചർ റിവേഴ്സ് ചെയ്യേണ്ടി വരും. ഓക്കെ മക്കളെ, പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? 1 ലൈൻ സമ്മറി. നമ്മൾ ഇന്ന് എടുത്ത കാര്യങ്ങൾ 1 ലൈൻ സമ്മറി. ശ്രദ്ധിക്കുക, 1 ലൈൻ സമ്മറി എന്ന് പറയുമ്പോൾ ഒരു 3-4 ലൈൻ വരും. ഓക്കെ, അതായത് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ എന്ന് പറഞ്ഞാൽ കമ്പനി എംപ്ലോയീസ്, സ്പെസിഫിക് എംപ്ലോയീസ്, ഡയറക്ടേഴ്സ് ആവാം, ഓഫീസേഴ്സ് ആവാം, ഹൂവർ മേ ബി, അവർക്ക് ഒരു ഓപ്ഷൻ കൊടുക്കുകയാണ്. അതായത് റൈറ്റ് കൊടുക്കുക, നിങ്ങൾ നമ്മുടെ ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്തോ, പ്രീ ഡിറ്റർമിൻഡ് പ്രൈസ്, അതിനാ പറയാ എക്സസൈസ് പ്രൈസ്. ഓക്കെ, ഓൺ എ ഫ്യൂച്ചർ ഡേറ്റ്. അതായത് വെസ്റ്റിംഗ് പീരീഡ് കഴിഞ്ഞാൽ എക്സസൈസ് പീരീഡിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഷെയർസ് വാങ്ങിക്കാം. ഓൺ സാറ്റിസ്ഫാക്ഷൻ ഓഫ് സർട്ടൻ കണ്ടീഷൻ. ഏത് ടൈമാണ് സാറ്റിസ്ഫാക്ഷൻ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്? അതായത് വെസ്റ്റിംഗ് പീരീഡിൽ. ഓക്കെ, നമ്മൾ ഡേറ്റ് ഓഫ് ഗ്രാന്റ് പറഞ്ഞു, ഡേറ്റ് ഓഫ് വെസ്റ്റിംഗ് പറഞ്ഞു, വെസ്റ്റിംഗ് പീരീഡ് പറഞ്ഞു. വെസ്റ്റിംഗ് പീരീഡിലാണ് നമ്മൾ എക്സ്പെൻഡിച്ചർ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ മക്കളെ, പറയുന്ന മനസ്സിലാക്കേണ്ടത്, അതായത് നമ്മൾ കൊടുക്കുന്ന അവർക്ക് മാർക്കറ്റ് പ്രൈസിനെക്കാട്ടിയും കുറവായതുകൊണ്ട് there is a notional expenditure, not an actual expenditure. അതുകൊണ്ട് തന്നെ ആ എക്സ്പെൻഡിച്ചർ റെക്കഗ്നൈസ് ചെയ്യാനാ പറയുന്നത്. കാരണം നിങ്ങൾ ആ സെയിം ഷെയർ എംപ്ലോയീസിന് കൊടുക്കുന്ന പകരം പുറത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത്രത്തോളം പൈസ കിട്ടും. നിങ്ങൾക്ക് 140 രൂപ കിട്ടും. പക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ എത്ര കിട്ടുന്നത്? 90 രൂപ. 50 രൂപ നിങ്ങൾക്ക് ചെലവാണ്. അതിനാ പറയാ വാല്യൂ ഓഫ് ഓപ്ഷൻ അല്ലെങ്കിൽ ഫെയർ വാല്യൂ ഓഫ് ഓപ്ഷൻ. മക്കളെ, ഈ 50 രൂപ വെസ്റ്റിംഗ് പീരീഡിൽ നിങ്ങൾ എന്ത് ചെയ്യണം? എമൗണ്ടൈസ് ചെയ്യണം ഓൺ എ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. ഓക്കെ മക്കൾ, ലെസ് ദാൻ 1 ഇയർ ആണെങ്കിൽ ആ ഒരു കൊല്ലം തന്നെ എക്സ്പെൻഡിച്ചർ ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഓക്കെ, മോർ ദാൻ 1 ഇയർ ആണെങ്കിൽ ഓരോ കൊല്ലത്തിന് നിങ്ങൾ എന്ത് ചെയ്യുക? 2 കൊല്ലമാണെങ്കിൽ 2 കൊല്ലത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? സ്പ്ലിറ്റ് ചെയ്യാം. 3 കൊല്ലമാണെങ്കിൽ 3 കൊല്ലത്തേക്ക് സ്പ്ലിറ്റ് ചെയ്യാം. 4 കൊല്ലമാണെങ്കിൽ 4 കൊല്ലത്തേക്ക് സ്പ്ലിറ്റ് ചെയ്യാം. 2.5 കൊല്ലമാണെങ്കിൽ 2.5 കൊല്ലത്തേക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഓരോ കൊല്ലവും പിന്നെ 1/2 കൊല്ലം, 6 മാസം സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, ആ എക്സ്പെൻഡിച്ചർ.
മക്കളെ ഞാൻ പറയുന്നത് വെച്ചാൽ ലെസ് ദാൻ 1 ഇയർ ആണെങ്കിൽ നിങ്ങൾക്ക് 2 ജേർണൽ എൻട്രി കൊണ്ട് പാസ് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. ആക്ച്വലി വെസ്റ്റിംഗ് പീരീഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പെൻഡിച്ചർ ഡ്യൂ ചെയ്ത ജേർണൽ എൻട്രി പാസ് ചെയ്യണം. ഞാൻ പറഞ്ഞ ജേർണൽ എൻട്രി പാസ് ചെയ്യണ്ട. ഗ്രാൻഡ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, എക്സ്പെൻഡിച്ചർ ഗ്രാൻഡ് ചെയ്ത പഠനം നമ്മൾ എക്സ്പെൻഡിച്ചർ റെക്കഗ്നൈസ് ചെയ്യണം. കാരണം വെസ്റ്റിംഗ് പീരീഡിലാണ് നമ്മൾ എക്സ്പെൻഡിച്ചർ ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യണം. ബട്ട് നമ്മളോട് പറയുന്നത് വെസ്റ്റിംഗ് പീരീഡ് ലെസ് ദാൻ 1 ഇയർ ആണ്, നിങ്ങൾ 2 ജേർണൽ എൻട്രി ഫിനിഷ് ഇറ്റ് ഓഫ് ചെയ്യും. എന്താ ജേർണൽ എൻട്രി? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ, എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റി പ്രീമിയം. നെക്സ്റ്റ് ജേർണൽ എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ്. മക്കളെ ഇത് എക്സസൈസ്ഡ് ബേസ് ചെയ്തിട്ടാണ്, വേറൊന്നും ബേസ് ചെയ്തിട്ടല്ല. ഓക്കെ, മോർ ദാൻ 1 ഇയർ ആണെങ്കിൽ നിങ്ങൾ എക്സ്പെൻഡിച്ചർ റെക്കഗ്നൈസ് ചെയ്യുന്നത് നമ്മൾ ഇഷ്യൂ ചെയ്തതിന്റെ ബേസ് ചെയ്തിട്ടാണ്. പറയുന്ന മനസ്സിലാകുന്ന മക്കളെ? വി ആർ മൂവിംഗ് ഇൻ ടു ക്വസ്റ്റ്യൻ നമ്പർ 1. ക്വസ്റ്റ്യൻ നമ്പർ 1 എന്ന് പറയുന്നത് എ കമ്പനി ഹാസ് ഇറ്റ്സ് ഷെയർ ക്യാപിറ്റൽ ഡിവൈഡഡ് ഇൻടു ഇക്വിറ്റി ഷെയർസ് ഓഫ് അല്ലെങ്കിൽ ഷെയർസ് ഓഫ് ₹10 ഈച്ച്. ഓക്കെ, വാട്ടവർ, നമുക്ക് അതൊന്നും വലിയ പ്രശ്നമല്ല. പിന്നെ on 1st April 2011 it granted 10,000 employee stock option at ₹1040. എത്രയാ കൊടുത്തത്? 40. മക്കളെ ഇതിനാ പറയാ മാർക്കറ്റ് പ്രൈസ്. എന്താ പറയാ? സോറി, എക്സസൈസ് പ്രൈസ്. എത്രയാ മാർക്കറ്റ് പ്രൈസ്? ₹130. The options were to exercised between 15th March and 31st March 2012. മക്കളെ എക്സസൈസ് പീരീഡ് കഴിഞ്ഞായിരിക്കില്ല വെസ്റ്റിംഗ് പീരീഡ്. നിങ്ങൾക്കറിയാം, വെസ്റ്റിംഗ് പീരീഡ് കഴിഞ്ഞാൽ മാത്രമേ എക്സസൈസ് പീരീഡ്. നിങ്ങൾ നോക്കിയാട്ടെ, 1st April 2011 തുടങ്ങി 31 മാർച്ച് 2012 എല്ലാ സംഭവവും നടക്കുന്നുണ്ട്. അതായത് വെസ്റ്റിംഗ് പീരീഡ് ഈസ് ലെസ് ദാൻ 1 ഇയർ, എക്സസൈസ് പീരീഡ് ഈസ് ലെസ് ദാൻ 1 ഇയർ. ഓക്കെ, വിത്തിൻ എ ഇയർ the employees exercised their options for 9,500 shares only. 10,000 കൊടുത്തിട്ട് എത്ര ആക്സെപ്റ്റ് ചെയ്തത്? 9,500 shares only. The remaining options lapsed. മക്കളെ മനസ്സിലായിക്കോ? അതായത് ഞാൻ ലാപ്സ് എന്താന്ന് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നില്ല. ഇപ്പൊ അവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള റൈറ്റ് വന്നു. 10,000 ഷെയർസ് അവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള റൈറ്റ് വന്നു. അവര് ഫോർ എക്സാമ്പിൾ 9,500 ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് ആ പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ 500 ഷെയർസ് ഇല്ല ബാക്കിയുള്ളത്, ആ 500 ഷെയർസ് ലാപ്സ് ചെയ്യും, ക്യാൻസൽ ആയി പോകും. കാരണം ആ പീരീഡ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വാങ്ങിക്കാനൊന്നും കഴിയില്ല. അതായത് മാർച്ച് 31 1st April എംപ്ലോയി വന്നിട്ട് പറയും, ഇന്നലെ വരെ പൈസ ഉണ്ടായിട്ടില്ല, ഇന്ന് 500 ഷെയർ തരോ? ഇല്ല, തരൂല. ഓക്കെ, ഇതാണ് അതിന്റെ സംഭവം, തരൂല. ആ പീരീഡിനുള്ളിൽ അവരെന്ത് ചെയ്യണം? പർച്ചേസ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അല്ലെങ്കിൽ അത് ലാപ്സ് ആവും എന്ന് പറഞ്ഞാൽ ക്യാൻസൽ ആവും. The company closes its books on 31st March every year. Show journal entries. മക്കളെ ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, മക്കളെ ശ്രദ്ധിക്കുക. അതായത് ഇവിടെ വെസ്റ്റിംഗ് പീരീഡ് ലെസ് ദാൻ 1 ഇയർ, എക്സസൈസ് പീരീഡ് ലെസ് ദാൻ 1 ഇയർ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നിങ്ങൾ ടാർഗറ്റ് ചെയ്താണ്? ഫസ്റ്റ് നിങ്ങൾ വാല്യൂ ഓഫ് ഓപ്ഷൻ കണ്ടുപിടിക്കാം. മക്കളെ വാല്യൂ ഓഫ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ 10,000. ഓക്കെ മക്കളെ, 10,000 എടുക്കണ്ട, ഇവിടെ 9,500 എക്സസൈസ് ചെയ്യുന്നതിന്റെ ബേസിസ് ചെയ്താൽ മതി. എന്തുകൊണ്ടാ? അതായത് ലെസ് ദാൻ 1 ഇയർ ആണ് വെസ്റ്റിംഗ് പീരീഡ്. 9,500 into 130 മൈനസ് മാർക്കറ്റ് പ്രൈസ് 130 ആണ്, എക്സസൈസ് പ്രൈസ് എത്രയാ? ₹40. ദാറ്റ് ഈസ് ഈക്വൽ ടു ₹90. എത്രയാ വരുന്നത്? 9,500 into ₹90. ദാറ്റ് ഈസ് ഈക്വൽ ടു ₹8,55,000. മക്കളെ 9,500 ഷെയർസ് നമ്മൾ ഇഷ്യൂ ചെയ്തപ്പോ നമുക്കുണ്ടായ നഷ്ടം എത്രയാണെന്നറിയോ? 8,55,000. 8,55,000 ഏത് പീരീഡിലാണ് നമ്മൾ എക്സ്പെൻഡിച്ചർ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടത്? വെസ്റ്റിംഗ് പീരീഡ്. മക്കളെ ഈ ക്വസ്റ്റ്യൻ വെസ്റ്റിംഗ് പീരീഡ് എത്രയാ? ഈ വെസ്റ്റിംഗ് പീരീഡ് സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല, പക്ഷെ നമുക്കൊരു കാര്യം മനസ്സിലായി, ഈ ഒരു കൊല്ലത്തിനുള്ളിലാണ് വെസ്റ്റിംഗ് പീരീഡ്. ഈ കൊല്ലം നമ്മൾ അത് എക്സ്പെൻഡിച്ചർ ആയിട്ട് ട്രീറ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ജേർണൽ എൻട്രി ശ്രദ്ധിച്ചു എല്ലാവരും. മക്കളെ ഒറ്റ ജേർണൽ എൻട്രിയിൽ നമുക്ക് ഫിനിഷ് ഓഫ് ചെയ്യാം. സർ എപ്പോഴാണ് ജേർണൽ എൻട്രി? ഡേറ്റ് ചെയ്തണം. മക്കളെ ഡേറ്റ് ചെയ്തത് ഇമ്പോർട്ടന്റ് ആണ്. ഡേറ്റ് എപ്പോ ചെയ്താ? ശ്രീക്ക് നിങ്ങളോട് പറയുന്ന എക്സസൈസ് പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് 15 മാർച്ചിനാണ്. 15 മാർച്ച് മുതൽ 15 മാർച്ച് ടു 31st മാർച്ച്, ഇതാണ് ഡേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ എന്ന് പറയുമ്പോൾ എമൗണ്ട് റിസീവ്ഡ് ആണ് വരാം. അതായത് ശ്രദ്ധിക്ക്, 9,500 into, if I am right, 40. എത്രയാ? 40. That is equal to 9,500 into 40 എത്രയാ വരുന്നത്? 3,80,000. മക്കളെ നെക്സ്റ്റ് നമുക്ക്
ഈ ഷെയർ ഇഷ്യൂ ചെയ്തപ്പോൾ നമുക്കൊരു എക്സ്പെൻഡിച്ചർ ഉണ്ടായി. ആ എക്സ്പെൻഡിച്ചറിന്റെ പേരാണ് എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ്. എന്താ എന്താ എക്സ്പെൻസിന്റെ എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ്. മക്കളെ എത്ര എമൗണ്ട്? 9,500 ഇൻറ്റു 90 റുപ്പീസ്. നമുക്കറിയാം ഓൾറെഡി എത്ര 130 മൈനസ് 40 എത്രയാ 90. എത്ര എമൗണ്ട് വരുന്നത്? 8,55,000 റുപ്പീസ്. ഓക്കെ മക്കളെ, ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ 9,500 ഇൻറ്റു 10 എത്രയാണോ ഷെയർസ് അത് ഇൻറ്റു 10 റുപ്പീസ് ഫേസ് വാല്യൂ 95,000 റുപ്പീസ്. ഓക്കെ, ടു സെക്യൂരിറ്റീസ് പ്രീമിയം, അതായത് ഞാൻ ഈ ഷെയർ ഇഷ്യൂ ചെയ്ത് മൊത്തം ഒരാൾക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് 130 രൂപ കിട്ടുമായിരുന്നു. 130 രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ 120 രൂപ എത്രയാ എന്താണ് സെക്യൂരിറ്റീസ് പ്രീമിയം ആണ്. അതുകൊണ്ട് തന്നെ 9,500 ഇൻറ്റു 120 ദാറ്റ് ഈസ് ഈക്വൽ ടു 11,40,000. നിങ്ങൾക്ക് ഇപ്പൊ ടാലി ആവുന്നുണ്ടാവും മക്കളെ, ടാലി ആവും. ഡെബിറ്റ് ഈസ് ഈക്വൽ ടു ക്രെഡിറ്റ്. ഓക്കെ, നമ്മൾ ഇഷ്യൂ ചെയ്തു. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്തു അവര്. എന്നിട്ട് അതിന് ശേഷം എന്ത് ചെയ്യാം? 31 മാർച്ചിന് ക്ലോസിംഗ് എൻട്രി. എന്താ ക്ലോസിംഗ്? നമുക്ക് എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ് എന്ന് പറയുന്ന ഒരു ചെലവാണ്, അത് ക്ലോസ് ചെയ്യണം. ജനറൽ എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ടു എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ്. എത്ര എമൗണ്ട്? 8,55,000. 8,55,000. മക്കളെ ഇത്രയേ ഉള്ളൂ. ഇത് 4 മാർക്കിന് പലതവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. മക്കളെ ഞാൻ എങ്ങനെയാണ് ചെയ്ത് അതേ ഓർഡറിൽ നിങ്ങൾ ചെയ്യുക. ഫസ്റ്റ് വാല്യൂ ഓഫ് ഓപ്ഷൻ കണ്ടുപിടിക്കുക, അതിന് ശേഷം ജനറൽ എൻട്രി പാസ് ചെയ്യുക. മക്കളെ എല്ലാവരും കംഫർട്ടബിൾ ആണോ? ഓക്കെ, ശ്രദ്ധിക്കുക. അതായത് നമ്മൾ എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ് റെക്കഗ്നൈസ് ചെയ്യുന്നത് നമ്മൾ വെസ്റ്റിംഗ് പീരീഡ് ലെസ് ദാൻ 1 ഇയർ ആണെങ്കിൽ നമ്മൾ പറഞ്ഞത് എക്സസൈസ് ചെയ്തതിന്റെ ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിലോ ഇഷ്യൂ ചെയ്തതിന്റെ ബേസ് ചെയ്ത്. കാരണം 3 കൊല്ലം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ നമുക്ക് അറിയില്ല, പക്ഷെ നമുക്ക് എക്സ്പെൻഡിച്ചർ ആയിട്ട് ട്രീറ്റ് ചെയ്യണം. നമ്മളിപ്പോ എന്ത് ചെയ്യും? 1000 ഷെയർസ്, സോറി 10,000 ഷെയർസ് അല്ലേ നമ്മൾ ഈ കേസിൽ ഇഷ്യൂ ചെയ്യുന്നത്. 10,000 ഷെയർസിന്റെ ബേസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം? എക്സ്പെൻഡിച്ചർ റെക്കഗ്നൈസ് ചെയ്യണം. എന്ത് ചെയ്യണം? എക്സ്പെൻഡിച്ചർ റെക്കഗ്നൈസ് ചെയ്യണം. അങ്ങനെ നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നിട്ട് 10,000 ഷെയർസിന്റെ എക്സ്പെൻഡിച്ചർ നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 9,500 ഷെയർസ് മാത്രമേ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ എങ്കിൽ 9,500 ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 500 ഷെയർസ് റിലേറ്റഡ് ആയിട്ട് എക്സ്പെൻഡിച്ചർ കൂടുതൽ കാണിച്ചില്ലേ? 500 ഷെയർസ് റിലേറ്റഡ് ആയിട്ട് എക്സ്പെൻഡിച്ചർ കൂടുതൽ കാണിച്ചില്ലേ? ഡൗട്ട് ഉണ്ടോ മക്കളെ? ഓക്കെ ഫൈൻ. അതായത് എത്രയാണ്? 500 ഇൻറ്റു 120 500 ഇൻറ്റു 90 റുപ്പീസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 45,000 റുപ്പീസ്. എത്ര? 45,000 റുപ്പീസ്. 45,000 റുപ്പീസ് നിങ്ങൾ എക്സ്പെൻഡിച്ചർ കൂടുതലായിട്ട് കാണിച്ചു. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കാൻ. അതായത് വെസ്റ്റിംഗ് പീരീഡ് മോർ ദാൻ 1 ഇയർ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? 10,000 ഷെയർസിന്റെ മേലെ എക്സ്പെൻഡിച്ചർ റെക്കഗ്നൈസ് ചെയ്യും. എക്സസൈസ് പീരീഡ് ആയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി അവര് 9,500 ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. അതായത് 500 ഷെയർസിന്റെ എക്സ്പെൻഡിച്ചർ നിങ്ങൾ കൂടുതലായിട്ട് റെക്കഗ്നൈസ് ചെയ്തില്ലേ? ശ്രദ്ധിക്കല്ലോ. അതാണ് ഞാൻ അടുത്ത് പഠിപ്പിക്കാൻ പോകുന്നത്. വെയിറ്റ്. അതും വെസ്റ്റിംഗ് പീരീഡ് മോർ ദാൻ 1 ഇയർ അല്ല, ലെസ് ദാൻ 1 ഇയറിന്റെ തന്നെ ഞാൻ പഠിപ്പിക്കാൻ പോകും. ലെസ് ദാൻ 1 ഇയർ ആയാലും മോർ ദാൻ 1 ഇയർ ആയാലും സെയിം. മക്കളെ പറയുന്ന മനസ്സിലായി. ഈ സെയിം ക്വസ്റ്റ്യൻ നമുക്ക് വേറെ രീതിയിലും ചെയ്യാൻ പറ്റും. അതാണ് ഞാനിപ്പോ അപ്രോച്ച് ഫോളോ ചെയ്യുന്നത്. അതിൽ തന്നെ ഒരു കൺസെപ്റ്റ് എക്സ്ട്രാ ഞാൻ ആഡ് ചെയ്യും. ആ കൺസെപ്റ്റ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോ ഇത് പഠിപ്പിക്കുന്നു. ഓക്കെ മക്കളെ ശ്രദ്ധിക്കും. നമ്മൾ എത്ര ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്തത്? 10,000 ഷെയർസ്. എത്ര? 10,000 ഓപ്ഷൻസ്. അതായത് 10,000 ഓപ്ഷൻസ് നിങ്ങൾ ഇഷ്യൂ ചെയ്ത പാടന്നെ നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് എത്ര ചെലവുണ്ടാവാൻ പോകുന്നത്. 10,000 ഇൻറ്റു 90 എത്രയാ? 9 lakh റുപ്പീസ്. എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ് അക്കൗണ്ട് ടു എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് അക്കൗണ്ട്. എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ് കൊണ്ട് ഒരു എക്സ്പെൻഡിച്ചർ ഉണ്ടായി. അത് ഇപ്പൊ നമുക്ക് ചെലവായിട്ടില്ല, നമുക്ക് ലയബിലിറ്റി ആയിട്ടുള്ള. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു ലയബിലിറ്റിയും ക്രിയേറ്റ് ചെയ്തു. മക്കളെ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ എന്ത് ചെയ്തു? എക്സ്പെൻഡിച്ചർ റെക്കഗ്നൈസ് ചെയ്തു. 10,000 ഷെയർസിന് എക്സ്പെൻഡിച്ചർ റെക്കഗ്നൈസ് ചെയ്തു. ഓക്കെ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് അവര് എക്സസൈസ് ചെയ്യുമ്പോൾ സെയിം ഇയറിലെ എക്സസൈസ് വരുന്നത്. സെയിം ഇയറിൽ എക്സസൈസ് ചെയ്യുമ്പോൾ ജേർണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ 9,500 ഇൻറ്റു 40 3,80,000. ഓക്കെ ESOP ഔട്ട്സ്റ്റാൻഡിംഗ് അക്കൗണ്ട് ഡെപ്റ്റർ. ESOP ഔട്ട്സ്റ്റാൻഡിംഗ് അക്കൗണ്ട് ഡെപ്റ്റർ. എന്തുകൊണ്ടാ? നമുക്ക് ഇനി ESOP ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുന്ന ലയബിലിറ്റി ഉണ്ടാവൂല. കാരണം എന്താ? ഇത് എക്സ്പെൻസ് ആയി. ശ്രദ്ധിക്കും. 9,500 ഇൻറ്റു 90
9,500 എത്രയാണ് നമ്മുടെ ഷെയർ എക്സസൈസ് ചെയ്ത് അതിന്റെ ബേസ് ചെയ്തിട്ട് 8,55,000 എത്ര കിട്ടും? 8,55,000. ഓക്കെ, ശ്രദ്ധിക്കും. ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 9,500 into 10, 95,000. Okay, 9,500 into 10. Any to securities premium 9,500 into 120. Okay, 9,500 into 120 എത്രയാ? 11,40,000. മക്കളെ നിങ്ങൾ നോക്കിയാട്ടെ, നിങ്ങൾ എക്സ്പെൻഡിച്ചർ ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തത്. ഓക്കെ, ശ്രദ്ധിക്കുക എല്ലാവരും. ഇത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോ പറയുന്നത് എക്സ്പെൻഡിച്ചർ ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തത് 9 lakh rupees. ഓക്കെ, നിങ്ങൾക്ക് എത്ര എക്സ്പെൻഡിച്ചർ ഉണ്ടായിട്ടുള്ളൂ? 8,55,000. എത്ര ഉണ്ടായിട്ടുള്ളൂ? 8,55,000. നിങ്ങൾ എന്ത് ചെയ്തു? എക്സസ് ആയിട്ട് നിങ്ങൾ എക്സ്പെൻഡിച്ചർ റെക്കഗ്നൈസ് ചെയ്തു. മക്കളെ നിങ്ങൾ എന്താ ചെയ്തത്? എക്സസ് ആയിട്ട് എക്സ്പെൻഡിച്ചർ റെക്കഗ്നൈസ് ചെയ്തു. അത് മാത്രല്ല, എക്സസൈസ് പീരീഡ് കഴിഞ്ഞു, ശരിയല്ലേ? എക്സസൈസ് പീരീഡ് കഴിഞ്ഞില്ലേ? ശരിയല്ലേ? ആ, ഓക്കെ, ശ്രദ്ധിക്കുക എല്ലാവരും. നിങ്ങൾ നോക്കിയാട്ടെ, ESOP ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞിട്ട്, ഓക്കെ, ESOP ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞിട്ട് 9 lakh ആണുള്ളത്. എത്രയുള്ളത്? 9 lakh. നിങ്ങൾ എത്ര ഡെബിറ്റ് ചെയ്തത്? 8,55,000. അതായത് ESOP ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു എമൗണ്ട് ഉണ്ടാവും. എത്രയാണ്? 45,000 rupees എന്ന് പറഞ്ഞിട്ട്. മക്കളെ ഇത് റിസർവ് ആണ്. ഇതെന്താണ്? റിസർവ് ആണ്. ESOP ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു റിസർവ് ഉണ്ടാവും, ബാലൻസ്. മക്കളെ ഇത് എന്തിനു വേണ്ടി ക്രിയേറ്റ് ചെയ്ത റിസർവ് ആണ്? മക്കളെ ഈ ESOP ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുന്ന റിസർവ് ക്രിയേറ്റ് ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാ? എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാനിന് വേണ്ടിയിട്ട്. എന്തിനു വേണ്ടിയിട്ടാ? എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാനിന് വേണ്ടിയിട്ട്. മക്കളെ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞില്ലേ? ഇനി ഇങ്ങനത്തെ ഒരു റിസർവ് വെച്ചിട്ട് കാര്യമുണ്ടോ? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ആർക്ക്? ഷെയർ ഹോൾഡേഴ്സിനാ? അല്ലല്ല. ഷെയർ സാധാരണ പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഇത് പാർട്ട്ണർഷിപ്പ് അല്ല. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റൂല. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ക്ലോസ് ചെയ്യണം മക്കളെ. ഇതെന്ത് ചെയ്യണം? ക്ലോസ് ചെയ്യണം. കാരണം നമുക്ക് ഇത് ആവശ്യമില്ല. നമുക്കിത് ക്ലോസ് ചെയ്യണം, ഇത് ആവശ്യമില്ല. നമ്മൾ എവിടത്തേക്കാ ക്ലോസ് ചെയ്യാം? P&L അക്കൗണ്ടിലേക്കാ? ആ സർ, P&L അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അയച്ചാൽ മതി. P&L അക്കൗണ്ടിലേക്ക് എന്താണ് ക്ലോസ് ചെയ്യേണ്ടത്? വേണ്ട, P&L അക്കൗണ്ടിലേക്കല്ല ക്ലോസ് ചെയ്യേണ്ടത്. നിങ്ങൾ ക്ലോസ് ചെയ്യേണ്ടത് ജനറൽ റിസർവിലേക്ക്. എവിടെയാണ്? ജനറൽ റിസർവിലേക്ക്. എന്തുകൊണ്ടാ? അതായത് P&L അക്കൗണ്ടിലേക്ക് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ, ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കൂടും. മക്കളെ ശ്രദ്ധിക്കുക, ഈ എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ് ഒരു കൊല്ലത്തെ എക്സ്പെൻഡിച്ചർ, ചിലപ്പോൾ പല കൊല്ലത്തെ എക്സ്പെൻഡിച്ചർ ആയിരിക്കും. പല കൊല്ലങ്ങളിൽ നിങ്ങൾ എക്സ്പെൻഡിച്ചർ ആയിട്ട് ട്രീറ്റ് ചെയ്തത് പെട്ടെന്ന് ഒരു ദിവസം P&L അക്കൗണ്ടിലേക്ക് ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് കൂടി. എന്നാലും എല്ലാവരും വിചാരിക്കും ഈ കമ്പനിക്ക് കുറെ പ്രോഫിറ്റ് ഉണ്ട്. അങ്ങനെ മിസ്റ്റേറ്റ്മെന്റ് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് പറയുന്നത് ജനറൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതായത് ESOP ഔട്ട്സ്റ്റാൻഡിംഗ് ആവശ്യമില്ല, നിങ്ങൾ അത് ക്ലോസ് ചെയ്യും. എവിടത്തേക്ക് ക്ലോസ് ചെയ്യാൻ? ജനറൽ റിസർവിലേക്ക്. ആൻഡ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിവിഡൻഡ് ഓർ വാട്ടെവർ മേ ബി. ജനറൽ റിസർവ് എന്ത് ചെയ്യാം? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഓക്കെ മക്കളെ, പറയുന്ന മനസ്സിലായിക്കോ? എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുന്ന ഒരു റിസർവ് ആണ്. ആ റിസർവ് ആവശ്യമില്ല, നിങ്ങൾ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തോ. അത് ഫ്രീ റിസർവ് ആണ്. കാരണം എക്സസൈസ് പീരീഡ് കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ അത് എന്ത് ചെയ്യുക? ക്ലോസ് ചെയ്യുക ജനറൽ റിസർവിലേക്ക്. ജേർണൽ എൻട്രി ESOP ഔട്ട്സ്റ്റാൻഡിംഗ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ജനറൽ റിസർവ് അക്കൗണ്ട്. എത്ര എമൗണ്ട്? 45,000 rupees. മക്കൾ ഒന്ന് റെസ്പോണ്ട് ചെയ്യും. പറയുന്ന മനസ്സിലാവുന്നില്ല? ഇനി ഡൗട്ട് ഉള്ളവർക്ക് 45,000 എങ്ങനെ കിട്ടിയെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. 10,000 ഓപ്ഷൻസ് ആണ്. അതിൽ 9,500 ഓപ്ഷൻസ് എക്സസൈസ് ചെയ്തു. അത് ഇൻറ്റു 90. 500 into 90 എത്രയാ? 45,000. 500 into 40 50 എത്ര? 500 into 90 എത്രയാ? 45,000. വെറുതെ നമുക്ക് ബാലൻസിങ് ഫിഗർ കിട്ടുന്നതല്ല. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഇങ്ങനെ പറയാം, 9 lakh 8,55,000 മൈനസ് ചെയ്യുന്നത്. അങ്ങനെ വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ നമുക്ക് 45,000 എങ്ങനെ കിട്ടിയത്? 10,000 ഇഷ്യൂ ചെയ്തു, സബ്സ്ക്രൈബ് ചെയ്ത് 9,500, എക്സസ് എത്രയുള്ളത്? 500. ആ 500 into 90. ഓക്കെ ആണ് മക്കളെ എല്ലാവരും? മക്കൾ അതുകൊണ്ട് മനസ്സിലായിക്കോ, നമ്മൾ ഒരു ഓപ്ഷൻ ഇഷ്യൂ ചെയ്യുമ്പോൾ
റെക്കഗ്നൈസ് ചെയ്യുന്ന എക്സ്പെൻഡിച്ചർ എന്തിന്റെ ബേസ് ആയിട്ടായിരിക്കും? വെസ്റ്റിംഗ് പീരീഡ് മോർ ദാൻ 1 ഇയർ ആണെങ്കിൽ, ഓക്കെ, വെസ്റ്റിംഗ് പീരീഡ് മോർ ദാൻ 1 ഇയർ ആണെങ്കിൽ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നതിന്റെ ബേസ് ആയിട്ടായിരിക്കും എന്തുണ്ടാവുക? നമ്മൾ എക്സ്പെൻഡിച്ചർ റെക്കഗ്നൈസ് ചെയ്യാം. ബട്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? എക്സസൈസ് പീരീഡിൽ എക്സസൈസ് ചെയ്യുന്നത് ഇഷ്യൂ ചെയ്തതിനെക്കാളും കുറവാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ എക്സ്പെൻഡിച്ചർ എക്സസ് ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് റിവേഴ്സ് ചെയ്യണം. എന്താ ജേർണൽ എൻട്രി? ESOP ഔട്ട്സ്റ്റാൻഡിംഗ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ജനറൽ റിസർവ് അക്കൗണ്ട്. ഓക്കെ ഓക്കെ, ശ്രദ്ധിക്കും. അതായത് ഇത് 3 എൻട്രി വന്നു. അതിനുശേഷം P&L അക്കൗണ്ട് എന്ത് ചെയ്യാം? ESOP എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ് ഡെബിറ്റ് ചെയ്യാം. ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിക്കും. മക്കളെല്ലാവരും ശ്രദ്ധിച്ചാൽ മക്കളെ ശ്രദ്ധിക്കുക. അതായത് ഞാൻ എന്താ പറയാൻ പോകുന്നത് വെച്ചാൽ, എനിക്കിവിടെ ഒരു കാര്യം പ്രൂവ് ചെയ്യണം. എന്താന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിയാൽ ESOP ഔട്ട്സ്റ്റാൻഡിംഗ് ക്രെഡിറ്റില് 9 lakh ഉണ്ട്. ഇവിടെ ഡെബിറ്റില് 8,55,000 ഉണ്ട്. 9 lakhന് 8,55,000 മൈനസ് ചെയ്യും. ഓക്കെ, 45,000 കിട്ടും. എത്ര കിട്ടും? 45,000. നിങ്ങൾ നോക്കിയാട്ടെ, ബാക്കി 45,000 ഉണ്ട്. അതും നിങ്ങൾ എന്ത് ചെയ്യും? ഇവിടെ ഡെബിറ്റിലുണ്ട്. അതും നിങ്ങൾ എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്യും. 45,000 സീറോ ആയി. ESOP ഔട്ട്സ്റ്റാൻഡിംഗ് നിങ്ങൾ അതിന് വേണ്ട ആവശ്യമില്ല. ഒരു കൊല്ലത്തിനുള്ളിലാണെങ്കിൽ ഞാൻ പറയുന്നത്. ഓക്കെ, നിങ്ങൾ നോക്കിയാട്ടെ, ശ്രദ്ധിക്കും. ഇവിടെ ഒരു ജനറൽ റിസർവ് 45,000 ഉണ്ട്. ഓക്കെ, നമ്മൾ എന്തായാലും ഇതെന്ത് ചെയ്യും? ഇത് എക്സ്പെൻഡിച്ചർ ആയിട്ട് ട്രീറ്റ് ചെയ്യണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ്. ഓക്കെ, എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ് അക്കൗണ്ട് എത്ര എമൗണ്ട് വരാം? 9 lakhs ട്രീറ്റ് ചെയ്തു എന്ന് വിചാരിക്കും. ഓക്കെ, അത് നമുക്ക് ജനറൽ റിസർവും P&L അക്കൗണ്ടും റിലേറ്റഡ് ഐറ്റംസ് അത് നെറ്റ് ഓഫ് ചെയ്യാം. നമുക്ക് എത്രയാവും? 8,55,000 ആവും. ഓക്കെ, എത്രയാവും? 8,55,000 ആവും. ഓക്കെ, ഇവിടെ എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് എന്തുണ്ട്? ശരി, അതായത് നിങ്ങൾ നോക്കിയിട്ട് ജേർണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റീസ് പ്രീമിയം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ്. ഇതാണ് നിങ്ങൾ ഇപ്പോൾ ജേർണൽ എൻട്രി പാസ് ചെയ്തത്. ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്തിട്ട് പിന്നെ ട്രീറ്റ് ചെയ്യുന്നതിനെക്കാട്ടി ബെറ്റർ ഈ 4 ജേർണൽ എൻട്രി ചെയ്യുന്നതിനെക്കാട്ടി ബെറ്റർ എന്ത് ചെയ്യാന്ന് 2 ജേർണൽ എൻട്രി എഴുതിയാലും ശരിയാണ്. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ 3,80,000. ഈ എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ് നെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും? 8,55,000 കിട്ടും. ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റീസ് പ്രീമിയം. മക്കളെ പറയുന്ന മനസ്സിലാവും മക്കളെ? അതായത് ഈ ജേർണൽ എൻട്രി, ഓക്കെ, ഞാനിപ്പോ എഴുതുന്ന ഈ 3 ജേർണൽ എൻട്രി മാത്രമല്ല P&L അക്കൗണ്ട് ഡെപ്റ്റർ ടു എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ്. ഓക്കെ, $8,55,000 കാരണം എക്സ്പെൻഡിച്ചർ ആയത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലോസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ശ്രദ്ധിക്ക്. ഈ 9 lakh അതായത് നിങ്ങൾ എല്ലാം ക്യാൻസൽ ചെയ്യുമ്പോൾ ESOP ക്യാൻസൽ ചെയ്തു. ഓക്കെ, നിങ്ങൾ ESOP ക്യാൻസൽ ചെയ്തു. അതായത് ESOP ഇങ്ങനെ ക്യാൻസൽ ചെയ്തു. ഓക്കെ, നിങ്ങൾ ജേർണൽ എൻട്രി പാസ് ചെയ്തതിന്റെ ബേസിൽ എല്ലാം ക്യാൻസൽ ചെയ്തു. അതേപോലെ നിങ്ങൾ എന്ത് ചെയ്തു? ജനറൽ റിസർവിൽ ഒരു 45,000 ഉണ്ട്. ആ 45,000 ഈ എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസിന്റെ 9 lakhനോട് അഡ്ജസ്റ്റ് ചെയ്തു. നിങ്ങൾക്ക് എത്ര കിട്ടും? എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ 8,55,000 കിട്ടും. നിങ്ങൾ നോക്കിയാൽ ഇതാണ് ഇപ്പൊ നിങ്ങൾ പാസ് ചെയ്യുന്ന ഒരേ ഒരു ജേർണൽ എൻട്രി. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ 3,80,000. എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റർ 8,55,000 ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റീസ് പ്രീമിയം. നെക്സ്റ്റ് ജേർണൽ എൻട്രി P&L അക്കൗണ്ട് ഡെപ്റ്റർ ടു എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ്. മക്കളെ ഇതന്നെയാണ് നിങ്ങൾക്ക് ഇവിടെയും ആൻസർ ആയിട്ട് കിട്ടിയത്. ഓക്കെ, ഇവിടെയും ആൻസർ ആയിട്ട് കിട്ടിയത്. മക്കളെ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? മക്കളെ ശ്രദ്ധിക്ക്. ഇഫ് ദ വെസ്റ്റിംഗ് പീരീഡ് ആൻഡ് എക്സസൈസ് പീരീഡ് ഈസ് വിത്തിൻ ദ സെയിം ഇയർ നമ്മൾ ഇങ്ങനെ ജേർണൽ എൻട്രി പാസ് ചെയ്താൽ മതി. എന്താണ്? അതായത് വെസ്റ്റിംഗ് പീരീഡിന്റെ ടൈമൊന്നും ജേർണൽ എൻട്രി പാസ് ചെയ്യേണ്ട. എക്സസൈസ് ചെയ്യുമ്പോൾ കറക്റ്റ് എമൗണ്ട് വെച്ചിട്ട് എത്രയാണ് നിങ്ങളുടെ എക്സ്പെൻഡിച്ചർ അത് വെച്ചിട്ട് നിങ്ങൾ ജേർണൽ എൻട്രി പാസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് എക്സാമിന് ചോദിക്കുന്നത് വെറുതെ ഞാനൊന്നും തരുന്നില്ല, വെറുതെ ഒന്നും പഠിപ്പിക്കുന്നുമില്ല. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇന്ന് മെസ്സേജ് അയക്കാം. പേഴ്സണലി ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു തീർക്കാം. ഇതൊക്കെ പുതിയ പുതിയ കാര്യങ്ങളാണ്. ഇതൊന്നും നിങ്ങൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളൊന്നും അല്ല. പല ഡൗട്ടുകളും ഉണ്ടാവും. ചോദിക്ക് ക്ലിയർ ചെയ്യും. ഓക്കെ,
ശ്രദ്ധിക്കുക വേറൊരു കാര്യം, പിന്നെ നമ്മളിപ്പോ ഇവിടെ ചെയ്തിട്ടില്ലേ, ഇവിടെ ചെയ്ത പോലെയാണ്, അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഡെമോ പഠിപ്പിച്ചത്. ഓക്കെ, ഡെമോ പഠിപ്പിച്ചത് എവിടെയാ? ഓക്കെ, ഞാൻ ഡെമോ പഠിപ്പിച്ചത് വെസ്റ്റിംഗ് പീരീഡ് മോർ ദാൻ 1 year ആണെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യാം. എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ് അക്കൗണ്ട് ടു ESOP ഔട്ട്സ്റ്റാൻഡിംഗ്, അതിങ്ങനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ടു എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ്. ആ ജേർണൽ എൻട്രി നമ്മളിങ്ങനെ പാസ് ചെയ്യും. എക്സസൈസ് പീരീഡിൽ ജേർണൽ എൻട്രി എന്താ? ബാങ്ക് അക്കൗണ്ട് ടു ESOP ഔട്ട്സ്റ്റാൻഡിംഗ് അക്കൗണ്ട് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റീസ് പ്രീമിയം. അതിനുശേഷം ഇഷ്യൂ ചെയ്തതിനെക്കാട്ടി കുറവാണ് അവർ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ESOP ഔട്ട്സ്റ്റാൻഡിംഗിലെ ആ ബാലൻസ് ക്ലോസ് ചെയ്യുന്ന ജേർണൽ എൻട്രി പാസ് ചെയ്യണം. ജേർണൽ എൻട്രി ESOP ഔട്ട്സ്റ്റാൻഡിംഗ് അക്കൗണ്ട് ടു ജനറൽ റിസർവ്. ഓക്കെ, ഇതോടെ ജേർണൽ എൻട്രീസ് പഠിപ്പിച്ചു കഴിഞ്ഞു. മക്കളെ പറയുന്ന മനസ്സിലാവുന്നു? മക്കളെ എന്റെ നോട്ടിലൂടെ നമുക്കൊന്ന് പോയോക്കാം. ഓക്കെ, ഇറ്റ് ഈസ് റെഗുലേറ്റഡ് ബൈ സെബി ഗൈഡ്ലൈൻസ് ആൻഡ് ഗൈഡൻസ് നോട്ട് ഇഷ്യൂഡ് ബൈ ICAI. അതൊന്നും വലിയ ഇതാക്കണ്ട. ദ വാല്യൂ ഓഫ് ഓപ്ഷൻ ഷാൽ ബി amortized over the vesting period. ഓക്കെ, ജേർണൽ എൻട്രി എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ് അക്കൗണ്ട് ടു ESOP ഔട്ട്സ്റ്റാൻഡിംഗ്. മക്കളെ ഈ നറേഷൻ നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചോ. ഓക്കെ, നറേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ICAI മെറ്റീരിയൽ ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് കുറച്ച് ബൈ ഹാർട്ട് രീതിയിൽ മനസ്സിലാക്കി പഠിക്കാൻ നോക്കും. ഓക്കെ, നെക്സ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ടു എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ്. ഓക്കെ, എന്നിട്ട് പിന്നെ ഓൺ എക്സസൈസ് ഡേറ്റ്. ഓക്കെ, ഓൺ എക്സസൈസ് ഡേറ്റ് എന്താ? ജേർണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ടു ESOP ഔട്ട്സ്റ്റാൻഡിംഗ് അക്കൗണ്ട് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട്. മക്കളെ ഇവിടെ തന്നെ എഴുതിക്കോ, amount received, value of option ഇവിടെ തന്നെ എഴുതിക്കോ മക്കളെ. ഫേസ് വാല്യൂ, സെക്യൂരിറ്റീസ് പ്രീമിയം എന്ന് പറയുന്നത് മാർക്കറ്റ് പ്രൈസ് മൈനസ് ഫേസ് വാല്യൂ. ഓക്കെ, മാർക്കറ്റ് പ്രൈസ് മൈനസ് ഫേസ് വാല്യൂ. കാരണം ഇതെല്ലാം നമുക്ക് എമൗണ്ട്, ഈ ഷെയറിന്റെ ചാപ്റ്റർ പഠിക്കുമ്പോൾ ഇപ്പൊ നമുക്ക് എമൗണ്ടിനാണ് ഡൗട്ട് വരാം. ഫേസ് വാല്യൂ കാണിക്കണം, ഇഷ്യൂ പ്രൈസ് കാണിക്കണം, മറ്റേത് കാണിക്കണം, മസ്റ്റേത് കാണിക്കണം, അങ്ങനെ ഡൗട്ട് വരും. ആ ഡൗട്ട് ഇല്ലാണ്ടാക്കും. ഓക്കെ, അതിനു വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ പഠിപ്പിക്കുന്നത്. പിന്നെ ഓക്കെ, അതിനുശേഷം നറേഷൻ എല്ലാത്തിന്റെയും നറേഷൻ ഞാൻ തന്നിട്ടുണ്ട്. If the shares subscribed by the employees are less than the number of shares issued, then the excess amount, that is expenditure treated, is to be reversed. Okay, അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ട് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അതിനുശേഷം ഓക്കെ അതിന്റെ ജേർണൽ എൻട്രി ESOP ഔട്ട്സ്റ്റാൻഡിംഗ് അക്കൗണ്ട് ടു ജനറൽ റിസർവ് അക്കൗണ്ട്. ഓക്കെ, ESOP ഔട്ട്സ്റ്റാൻഡിംഗ് അക്കൗണ്ട് ടു ജനറൽ റിസർവ് അക്കൗണ്ട് നമ്മളിപ്പോ എല്ലാം പറഞ്ഞതാണ്. ഓക്കെ മക്കളെ, ഈ ജേർണൽ എൻട്രിക്ക് നമുക്ക് ലാബ്സിന്റെ ജേർണൽ എൻട്രി എന്ന് വേണമെങ്കിൽ പറയാം. ഇതിന്റെ ജേർണൽ എൻട്രി ലാബ്സിന്റെ ജേർണൽ എൻട്രി. ലാബ്സ് ആയി ക്യാൻസൽ ആവാം. 500 ഷെയർസ് എന്ത് ചെയ്തു? ലാബ്സ് ആയി, ക്യാൻസൽ ആയി. അന്നേരം ക്യാൻസൽ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ക്യാൻസൽ ആകുമ്പോൾ ഓൾറെഡി എക്സ്പെൻഡിച്ചർ ട്രീറ്റ് ചെയ്ത് നമ്മൾ റിവേഴ്സ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യും? അന്നേരം പാസ് ചെയ്യുന്ന ജേർണൽ എൻട്രി ആണ് ഇത്. ഇത് ലാബ്സ് ചെയ്യുന്ന ജേർണൽ എൻട്രി ആണ് നമുക്ക് പറയാം. ഇതിന്റെ ജേർണൽ എൻട്രി ലാബ്സ് ചെയ്യുന്ന ജേർണൽ എൻട്രി. മക്കളെ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ശ്രദ്ധി. ക്വസ്റ്റ്യൻ നമ്പർ 1 നമ്മൾ ചെയ്തു. ക്വസ്റ്റ്യൻ നമ്പർ 3 ഹോംവർക്ക് ആണ്. മക്കളെ ചെയ്ത് പഠിക്കുക. എക്സാം ക്വസ്റ്റ്യൻ May 2019 5 മാർക്കിനാണ് ചോദിച്ചത്. May 2019 5 മാർക്കിന് ഇപ്പൊ അടുത്ത് ലേറ്റസ്റ്റ് ആയിട്ട് എന്താ ജേർണൽ എൻട്രി? ബാങ്ക് അക്കൗണ്ട് എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ് അക്കൗണ്ട് ESOP ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റീസ് പ്രീമിയം. എമൗണ്ട് ഓഫ് ബാങ്കിലെ എമൗണ്ട് റിസീവ്ഡ്, മറ്റേത് വാല്യൂ ഓഫ് ഓപ്ഷൻ, പിന്നെ അടുത്തതിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഫേസ് വാല്യൂ, പിന്നെ അടുത്തതിൽ എന്താണ്? മാർക്കറ്റ് പ്രൈസ് മൈനസ് ഫേസ് വാല്യൂ. ഇതൊക്കെ നമുക്കറിയാം. പിന്നെ എന്താ പ്രശ്നം? കൂളായിട്ട് 5 മാർക്ക് കിട്ടും. 5 മാർക്ക് കിട്ടും, ഗ്യാരണ്ടിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 3 അത് ഓക്കെ 20,000 ഗ്രാൻഡ് ചെയ്തു. 16,000 ഷെയർസ് ആണ് അവരെന്ത് ചെയ്യുന്നത്? സബ്സ്ക്രൈബ് ചെയ്തത്. നിങ്ങൾ ജേർണൽ എൻട്രി പാസ് ചെയ്തോ? ഡേറ്റിനാണ് കൺഫേം ചെയ്യുക. 1/10/2011 ഗ്രാൻഡ് ചെയ്യുന്നത്. വെൻ ദ മാർക്കറ്റ് പ്രൈസ് വാസ് 120. 10th ഡിസംബർ മുതൽ 31st മാർച്ച് ആണ് എക്സസൈസ് പീരീഡ്. അതായത് 1 ഇയറിനുള്ളിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നത്. ഹോംവർക്ക് ആണ് 3rd ക്വസ്റ്റ്യൻ. പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ 7 ഹോംവർക്ക് ആണ്. നിങ്ങൾ ചിന്തിച്ചിട്ട് ചെയ്യും. ഓക്കെ, എന്നാൽ ഞാൻ ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യാം. S Limited grants 1000 options to its employees on 1/4/2010 at ₹60. 60 രൂപ. Okay, the vesting period is 2.5 years. 2.5 years, not 2.5 years. Okay, 2.5 years. The maximum exercise period is 1 year. Okay, maximum exercise period 1 year. Okay, market price on that date is ₹90. Market price on it. All the options were exercised on 31/7/2013. Generalized if the face value of equity shares is ₹10 per share. Okay,
വെസ്റ്റിംഗ് പീരീഡ് 2.5 കൊല്ലം. ഫസ്റ്റത്തെ കൊല്ലം നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റത്തെ എക്സ്പെൻഡിച്ചർ റെക്കഗ്നൈസ് ചെയ്യുന്ന ജേർണൽ എൻട്രി പാസ് ചെയ്യുക. എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ് അക്കൗണ്ട് ടു ESOP ഔട്ട്സ്റ്റാൻഡിംഗ് അക്കൗണ്ട്. രണ്ടാമത്തെ P&L അക്കൗണ്ട് ടു എംപ്ലോയി കോമ്പൻസേഷൻ എക്സ്പെൻസ് ഫസ്റ്റ് ഇയർ. രണ്ടാമത്തെ കൊല്ലം സെയിം ജേർണൽ എൻട്രി. 2.5 കൊല്ലം സെയിം ജേർണൽ എൻട്രി. പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞതിന് ശേഷം, കാരണം ഡേറ്റ് സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല, ഓക്കെ, ഡേറ്റ് സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല, 31/7 എക്സർസൈസ് ചെയ്യുന്ന ജേർണൽ എൻട്രി. എന്താ ജേർണൽ എൻട്രി? നിങ്ങൾക്കറിയാം, ബാങ്ക് അക്കൗണ്ട്, എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് അക്കൗണ്ട് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റീസ് പ്രീമിയം. മക്കൾ ഇവിടെ ഓൾ ഓപ്ഷൻസ് എക്സർസൈസ്ഡ് എന്നാ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ലയബിലിറ്റി റിവേഴ്സ് ചെയ്യേണ്ട, എക്സ്പെൻഡിച്ചർ റിവേഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. എക്സ്പെൻഡിച്ചർ റിവേഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. മക്കളെ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? മക്കളെ ഇതൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്താൽ കിട്ടും. കിട്ടുന്നില്ലെങ്കിൽ ഞാൻ അടുത്ത ക്ലാസ് ചെയ്യും. ഓക്കെ, അത്രേ ഞാൻ പറയുന്നു. പിന്നെ മക്കളെ ഇവിടെ ഡേറ്റ് തെറ്റുണ്ട്. ഇവിടെ 1 ഏപ്രിലാണ് ആക്കേണ്ടത്. ഓക്കെ, 1 ഏപ്രിൽ, അല്ലെങ്കിൽ പ്രോബ്ലം ചെയ്യാൻ പറ്റില്ല. 1 ഏപ്രിലാണ്. ഇതും ഹോംവർക്ക് ആണ്. പക്ഷെ ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ മക്കളെ, അത് അത്രയും ഹോംവർക്കുള്ളൂ. എക്സസൈസ് എൻട്രി പാസ് ചെയ്യുമ്പോൾ വാല്യൂ ഓഫ് ഓപ്ഷൻ എത്ര എടുക്കണ്ടെന്ന് ചോദിച്ചാൽ ഒരു ഡൗട്ടും വേണ്ട. നിങ്ങൾ എത്രയാണോ ഇത്ര കാലമായിട്ട് എക്സ്പെൻഡിച്ചർ റെക്കഗ്നൈസ് ചെയ്ത് അതാണ് റിവേഴ്സ് ചെയ്യേണ്ടത്. കാരണം അങ്ങനത്തെ ഒരു ലയബിലിറ്റി ഇല്ല. അതുകൊണ്ട് എല്ലാ എമൗണ്ടും റിവേഴ്സ് ചെയ്യണം. എല്ലാ എമൗണ്ടും വാല്യൂ ഓഫ് ഓപ്ഷൻ നിങ്ങൾക്ക് ഞാനില്ലേ പഠിപ്പിച്ചിരുന്ന ചില കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ്. ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചെന്ന് അവിടെ വാല്യൂ ഓഫ് ഓപ്ഷൻ എന്നാണ് എഴുതി തന്നത്. അവിടെ ഡെബിറ്റ് ചെയ്യേണ്ടത് വാല്യൂ ഓഫ് ഓപ്ഷൻ. വാല്യൂ ഓഫ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ വാല്യൂ ഓഫ് ഓപ്ഷൻ. ടോട്ടൽ വാല്യൂ ഓഫ് ഓപ്ഷൻ അതിലൊരു മാറ്റമില്ല. അത് എവിടെയായാലും വെസ്റ്റിംഗ് പീരീഡ് ലെസ് ദാൻ 1 ഇയർ ആയാലും വെസ്റ്റിംഗ് പീരീഡ് മോർ ദാൻ 1 ഇയർ ആയാലും ആ ജേർണൽ എൻട്രിയിലെ എമൗണ്ട് പറഞ്ഞൊന്നും ഒരു മാറ്റമില്ല. പറയുന്ന മനസ്സിലാകുന്നുണ്ടോ മക്കളെ?